ഹരേ കൃഷ്ണ. മഹാഭാരതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് സേവനത്തിലായിരുന്നു. ഭഗവാന്റെ കാരുണ്യത്താൽ ഇന്നൊരു അവസരം കിട്ടി മഹാഭാരതം വീണ്ടും ചർച്ച ചെയ്യാനായിട്ട്. മഹാഭാരത യുദ്ധം വളരെ നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ദ്രോണാചാര്യർ ചക്രവ്യൂഹം രചിക്കുകയാണ്. പാണ്ഡവർ എങ്ങനെ അതിനെ നേരിടും എന്ന് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതഃ സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാദാമദായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്തസരസ്വതീതി നാമിനേ. ശ്രീപാർഷവാനവീ ദേവീ ദയിതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധവിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വലപ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദാ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരതാപസിദ്ധാന്ത ബന്ധഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബുദേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേസ്ത്വം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമാ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. ജയതാം സുരദോ പങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വപാദാംബോജോ രാധാ മദനമോഹനോ. ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാലഭിസേവ്യമാനോ സ്മരാമി. ശ്രീമന്ദാസരസാരംഭീ വംശീപടത്തടസ്ഥിത കർഷൻ വേണുസ്വനൈർഗോപീർഗോപീനാഥശ്രീയസ്തുന. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസന്തി ഗൗരഭക്തവൃന്ദ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे.
മൂകം കരോതി വാചാലം പങ്കും ലങ്കായിതീഗിരിം യത്കൃപാദുപഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്ത്. നമുക്ക് ചർച്ച തുടരാം. കൗരവ സൈന്യം നന്നായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ടിട്ട് ദ്രോണാചാര്യർ കൗരവ സൈന്യത്തെ പിൻവലിക്കുകയായിരുന്നു. അതിനുശേഷം ദ്രോണാചാര്യർ സുശർമ്മനോട് പറയുകയാണ്, സുശർമ്മ, നീയും നിൻ്റെ സഹോദരങ്ങളും ത്രികർത്തക സൈന്യവും പ്രതിജ്ഞ എടുത്തിരുന്നു, ഒന്നുകിൽ നിങ്ങൾ അർജുനെ കൊല്ലും, അല്ലെങ്കിൽ അർജുനാൽ മരിക്കപ്പെടും, അതല്ലാതെ നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിയത്തില്ലെന്ന്. ഈ ഒരു പ്രതിജ്ഞ സത്യമാക്കണ്ടേ? അർജുൻ തീർച്ചയായിട്ടും നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് അർജുനെ വെല്ലുവിളിച്ച് ദക്ഷിണ ദിശയിലേക്ക് പോകും. നമ്മൾ വീണ്ടും യുധിഷ്ഠിരനെ ബന്ദിയാക്കാനുള്ള ശ്രമം നടത്താൻ പോവുകയാണ്. സുശർമ്മൻ ഉടൻ തന്നെ അവിടുന്ന് പുറപ്പെട്ടു 3 സഹോദരങ്ങളുമായിട്ട്. സുശർമ്മനോടൊപ്പം സംശപ്തകന്മാരും ത്രികർത്തകന്മാരും ഭഗവാന്റെ നാരായണസേന ഇപ്പോൾ ഭഗവാനെതിരെയാണല്ലോ, ദുര്യോധൻ്റെ പക്ഷത്താണ്. അവർ 3 പേരും അർജുനെ വെല്ലുവിളിക്കുകയാണ്. അതിലെ യോദ്ധാക്കളെല്ലാവരും ശംഖൂതി അവർ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. മരിക്കുന്നവരെ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സുശർമ്മൻ അർജുനെ കണ്ട ഉടൻ തന്നെ ഉറക്കെ വെല്ലുവിളിച്ചു. ഉടൻ തന്നെ ഭഗവാൻ കൃഷ്ണൻ്റെ രഥം, അർജുൻ നിൽക്കുന്ന രഥം, അർജുൻ പാണ്ഡവകൂട്ടത്തിൽ നിന്ന് ചാടി മുന്നോട്ട് പോയി സുശർമ്മനുമായിട്ട് യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവർ യുദ്ധം ചെയ്ത് അർജുനെ ദക്ഷിണ ദിശയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സമയം കൊണ്ട് ദ്രോണാചാര്യർ ബാക്കിയുള്ള സൈന്യത്തെ കൊണ്ട് ചക്രവ്യൂഹം തയ്യാറാക്കുകയാണ്. ചക്രവ്യൂഹത്തിൽ കൗരവ സൈന്യത്തിലെ പ്രധാന യോദ്ധാക്കൾ പ്രധാന സ്ഥാനത്ത് നിൽക്കുകയാണ്. ഇവരെല്ലാം കൂട്ടത്തോടെ പാണ്ഡവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യൂഹത്തിൻ്റെ ആ രചന അങ്ങനെ ആയതുകൊണ്ട് എവിടെ നിന്ന് അസ്ത്രങ്ങൾ വരുന്നതെന്ന് പറയാൻ കഴിയുന്നില്ല. അന്നേരം ഇങ്ങനെ കറങ്ങി ആ അസ്ത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആരാ അയക്കുന്നതെന്നൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. അന്നേരം ഇവരിങ്ങനെ മുന്നോട്ട് വന്ന്, അതായത് ഈ വ്യൂഹങ്ങൾ ഈ യുദ്ധത്തിൽ വ്യൂഹത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരേ ടീമായിട്ട് അടിച്ചുകൊണ്ടിരിക്കും. അന്നേരം ഒരു പ്രത്യേക പ്ലാനിങ്ങോട് കൂടിയായിരിക്കും അവർ യുദ്ധം ചെയ്യുന്നത്. അന്നേരം ഒരറ്റത്തെ സൈന്യം മുതൽ ഇപ്പുറത്തറ്റത്തെ സൈന്യം വരെ ഒരു പ്രത്യേക പാറ്റേണിലായിരിക്കും യുദ്ധം ചെയ്യുന്നത്. അന്നേരം ആ പാറ്റേണിനെ തകർക്കുക എന്നതാണ് യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി. ഇവർ തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടല്ലോ, ആ കോർഡിനേഷനെ തകർക്കുക എന്നതാണ് യുദ്ധത്തിൻ്റെ ആദ്യത്തെ ഘട്ടം. അതാണ് ആ വ്യൂഹത്തെ തകർക്കണം. ഏത് വ്യൂഹമായാലും, ഇപ്പോൾ ഇത് പറയുന്ന ഗരുഡ വ്യൂഹമാണെങ്കിലും നാഗവ്യൂഹമാണെങ്കിലും അങ്ങനെ പല പല വ്യൂഹങ്ങളുണ്ട്. ആ വ്യൂഹത്തിൻ്റെ ഉദ്ദേശം എതിർ പക്ഷത്തെ ആ വ്യൂഹത്തെ തകർക്കുക എന്ന്, അതായത് തമ്മിലുള്ള ആ കോർഡിനേഷൻ നശിപ്പിക്കുക, എന്നിട്ട് അവരെ ഒറ്റയ്ക്ക് കൊല്ലുക എന്നതാണ്. അതാണ് പൊതുവെ യുദ്ധത്തിൻ്റെ ഒരു രീതി. അന്നേരം ഈ ചക്രവ്യൂഹത്തിൻ്റെ പ്രത്യേകത, എവിടെ അതിൻ്റെ പ്രധാന പോയിന്റ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതായത് ഇപ്പോൾ ഒരു കെട്ട് നമ്മൾ അഴിക്കണമെങ്കിൽ ആ എവിടെ നിന്നാണ് കെട്ട് അഴിക്കേണ്ടത്, എവിടെയാണ് കെട്ട് വീണിരിക്കുന്നത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഴിക്കാൻ പറ്റുമല്ലോ, അല്ലേ? അന്നേരം അത് മനസ്സിലായെങ്കിൽ അത് വീണ്ടും കെട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെയാണ്. അന്നേരം വ്യൂഹത്തിൻ്റെ പ്രധാന പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവിടെ ആക്രമിച്ച് അവിടെയുള്ള ആ കോർഡിനേഷനെ തകർക്കാൻ പറ്റൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രധാന യോദ്ധാക്കളെല്ലാം പ്രധാന സ്ഥാനത്ത് നിൽക്കുകയാണ്. അവരെല്ലാം കൂട്ടത്തോടെ പാണ്ഡവർക്കെതിരെ ആക്രമണം ആരംഭിച്ചു. അന്നേരം ഈ ചക്രവ്യൂഹത്തിൻ്റെ പ്രത്യേകത മറ്റ് വ്യൂഹങ്ങളെ പോലെയല്ല, എല്ലാവർക്കും മെയിൻ ആൾ എവിടെയാണെന്ന് നിൽക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല. അതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അന്നേരം ദുര്യോധനും ബാക്കിയുള്ള അവൻ്റെ സഹോദരന്മാരും ചക്രവ്യൂഹത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നു. ഒപ്പം കർണനും കൃപാചാര്യനും എല്ലാം സഹായിക്കാനായിട്ടുണ്ട്. ഈ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കണം. അഭിമന്യുവിൻ്റെ ആ വീര്യം എന്താണ്, ശൗര്യം എന്താണ് നമുക്ക് അറിയാൻ കഴിയും.
അന്നേരം ആ ചക്രവ്യൂഹത്തിൻ്റെ തലഭാഗത്തായിട്ട് ദ്രോണാചാര്യരും ദ്രോണാചാര്യൻ്റെ മകനായ അശ്വത്ഥാമാവും ഉണ്ട്. അവരെ സഹായിക്കാൻ ഒരു കൂട്ടം രാജാക്കന്മാരും മറ്റ് യോദ്ധാക്കളും വലിയ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഒരു സർക്കിളായിട്ട് തന്നെ നിൽക്കുകയാണെന്നുള്ളത്. അങ്ങനെ ദ്രോണാചാര്യർ പാണ്ഡവരെ നോക്കി, എന്നിട്ട് അസംഖ്യം അസ്ത്രങ്ങൾ ചീറിപ്പാഞ്ഞ് അയക്കാൻ തുടങ്ങി. അതെല്ലാം അസംഖ്യം അസ്ത്രങ്ങൾ പാണ്ഡവർക്കെതിരെ വരികയാണ്. അതിനോടൊപ്പം വലിയ നീളമുള്ള കുന്തങ്ങളും ചെറിയ കുന്തങ്ങളും ഇരുമ്പിൻ്റെ പന്തുകളും മഴുവും കോടാലികളൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വരികയാണ്. എല്ലാവരും ഓടാൻ തുടങ്ങി എന്നുള്ളതാണ്. അന്നേരം യുധിഷ്ഠിരൻ കണ്ടു കൗരവർ ചക്രവ്യൂഹമാണ് രചിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ചിന്തിക്കാൻ തുടങ്ങി. യുധിഷ്ഠിരൻ വിചാരിച്ചു, അർജുനന് മാത്രമേ ഈ ചക്രവ്യൂഹത്തെ ഭേദിക്കാൻ അറിയൂ. പല പ്രാവശ്യവും സഹോദരങ്ങളോട് ഈ വ്യൂഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും അത് മുഴുവിപ്പിക്കാൻ പറ്റിയില്ല. ദ്രോണാചാര്യരിൽ നിന്ന് പഠിച്ച പ്രധാനപ്പെട്ട ഒരു രഹസ്യമായിരുന്നു ചക്രവ്യൂഹം. പക്ഷേ എപ്പോഴോ പറയുന്നതിൻ്റെ ഇടയിൽ അർജുൻ പറഞ്ഞിരുന്നു, അർജുൻ സുഭദ്രാദേവിക്ക് ഇത് പറഞ്ഞു കൊടുത്ത സമയത്ത് അഭിമന്യു അത് കേട്ടിരുന്നു എന്ന്. പൊതുവേ നമ്മൾ വിചാരിക്കുന്നത് അഭിമന്യു ഗർഭത്തിലിരിക്കുമ്പോൾ കേട്ടു എന്നാണ്. പക്ഷേ അഭിമന്യു ഗർഭത്തിലിരുന്നല്ല കേട്ടത്, അഭിമന്യു വളർന്നിരുന്നു. അന്നേരം സുഭദ്രാദേവിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തൊട്ടടുത്ത് കുഞ്ഞായ അഭിമന്യു ഉണ്ടായിരുന്നു, അങ്ങനെ കേട്ടതാണ്. അന്നേരം അഭിമന്യു മാത്രമേ ഇനിയുള്ള ഒരു പ്രതീക്ഷയുള്ളൂ എന്ന് യുധിഷ്ഠിരൻ അറിയായിരുന്നു. യുധിഷ്ഠിരൻ അഭിമന്യുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ അല്ലാതെ ഈ ഒരു അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ നീ ആരുമില്ല. ചക്രവ്യൂഹം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിമിഷങ്ങൾക്കകം അത് നമ്മുടെ സൈന്യത്തെ തകർക്കും. നിൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛനായ അർജുൻ, ശ്രീകൃഷ്ണ ഭഗവാൻ, പ്രദ്യുമ്നൻ ഇവരൊഴികെ നാലാമതൊരാൾക്ക് ഇതിനെക്കുറിച്ച് അറിയുമെങ്കിൽ അത് നീ മാത്രമാണ് മോനെ. അതുകൊണ്ട് നിൻ്റെ അച്ഛനിൽ നിന്ന് കേട്ടതാണ്. അതുകൊണ്ട് ദ്രോണാചാര്യ നമ്മുടെ സൈന്യത്തെ തകർക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വ്യൂഹത്തെ തകർത്തുകൊണ്ട് എന്നെ ബന്ദിയാക്കാനാണ് അവരുടെ ശ്രമം. അന്നേരം എന്താണ് ഈ സൈന്യത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഒരു ഘടന, ഒന്നിച്ച് അവർ നിൽക്കുന്ന ആ ഒരു ഫോർമേഷൻ ഉണ്ടല്ലോ, അതിനെ തകർത്ത് എല്ലാവരും ഒറ്റപ്പെടുത്തുക, എന്നിട്ട് ഒറ്റയ്ക്ക് എല്ലാവരെയും പിടിക്കുക. അതാണ് ഈ യുദ്ധത്തിൻ്റെ ഒരു നീതി. അതുകൊണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, മോനെ, നിനക്ക് ഈ ചക്രവ്യൂഹത്തെ ഭേദിക്കാൻ കഴിയുമോ? അപ്പോൾ അഭിമന്യു അതിസുന്ദരനായിട്ട് രഥത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. നല്ല തിളക്കമുള്ള കവചമൊക്കെ ധരിച്ച് വില്ലും കയ്യിൽ പിടിച്ചുകൊണ്ട് അതീവ സുന്ദരനായിട്ട് കാണപ്പെട്ടു. 16 വയസ്സുള്ള സുന്ദരൻ. വെറും 16 വയസ്സുണ്ടായിട്ട് പോലും പാണ്ഡവ പക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യോദ്ധാവായി മാറിയിരിക്കുകയാണ് അഭിമന്യു. പക്ഷേ യുധിഷ്ഠിരനോട് പറഞ്ഞു, ജ്യേഷ്ഠ പിതാശ്രീ, അങ്ങ് പറയുന്നത് സത്യമാണ്. എനിക്ക് ഈ ചക്രവ്യൂഹത്തെ ഭേദിക്കാൻ അറിയാം. പക്ഷേ എനിക്കതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. അത് അച്ഛൻ എനിക്ക് പറഞ്ഞു നൽകിയിട്ടില്ല. അന്നേരം ഞാൻ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഈയാമ്പാറ്റ തീയിൽ ചാടുന്നതിന് തുല്യമായിരിക്കും. എന്തെങ്കിലും ഒരു അപകടം വന്നാൽ ഞാൻ പെട്ടുപോകും എന്ന് അഭിമന്യു പാവം പറഞ്ഞു. യുധിഷ്ഠിരൻ പറഞ്ഞു, മോനെ, ഭയപ്പെടേണ്ട. എൻ്റെ സഹോദരങ്ങളും ഞാനും നിൻ്റെ തൊട്ടു പുറകെ കാണും. ദൃഷ്ടദ്യുമ്നൻ, സാത്വികി, പാഞ്ചാല ദേശത്തെ എല്ലാവരും, കേകയന്മാരും മത്സ്യനും പ്രഭാദ്രകന്മാരും ഇവരെല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ നിന്നെ സംരക്ഷിക്കാനായിട്ട് കാണും. ഇതെല്ലാം ഭീമൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഭീമൻ പറഞ്ഞു, മോനെ, നീ ധൈര്യമായിട്ടിരിക്കും, നമ്മളെല്ലാം തൊട്ടു പുറകെ കാണും. നമ്മൾ അതിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നും പിന്നെ നോക്കാതെ എല്ലാം തകർക്കാമെന്ന് പറഞ്ഞു. ഭീമസേനൻ പറഞ്ഞു. അന്നേരം ചിറ്റമ്മമാരുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അഭിമന്യുവിന് പൂർണ്ണ വിശ്വാസം വന്നു. ഉടനെ വാള് പിടിച്ചുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചു, ഇന്ന് ഒരു യോദ്ധാവും നേടാത്ത ഏറ്റവും വലിയ നേട്ടത്തിലേക്കാണ് ഞാൻ പോകുന്നത്. എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എന്തിനു വേണ്ടി എന്നെ ഈ ലോകത്തിൽ കൊണ്ടുവന്നോ അതിന്ന് സാർത്ഥകമാകാൻ പോവുകയാണ്. ഞാൻ എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മാവനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ഇന്ന് എൻ്റെ ഏറ്റവും വലിയ യുദ്ധം ഞാൻ പ്രകടിപ്പിക്കാൻ പോവുകയാണ്. ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും കാണും ഒരു വൃഷ്ണികുലത്തിലെ ഒരു കുട്ടി എത്രത്തോളം ശക്തനാണ്, എത്രത്തോളം ശത്രു സൈന്യത്തെ സംഹരിക്കാൻ കഴിയും. ഒരു വൃഷ്ണികുലത്തിൽ പിറന്ന ഒരു കുട്ടിയുടെ ശക്തി ഇന്ന് ഈ ലോകം കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതെനിക്ക് സാധിച്ചില്ലെങ്കിൽ ഞാൻ പാർത്ഥൻ്റെ പുത്രനായിട്ട് ഞാൻ കാണുന്നില്ല, സുഭദ്രയുടെ പുത്രനായിട്ട് കാണുന്നില്ല, ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ അമ്മാവനായിട്ട് ഞാൻ കരുതുന്നില്ല.
കാരണം അവരുടെ പേര്, ആ ഒരു വംശത്തിൽ ഞാൻ പിറന്നിട്ട് എനിക്കിത് ചെയ്യാൻ കഴിയണമെന്ന്. ഇത് പറഞ്ഞ ഉടനെ യുധിഷ്ഠിരൻ അഭിമന്യു അടുത്ത് പറയുകയാണ്, നീ പറഞ്ഞതെല്ലാം സത്യമായി ഭവിക്കട്ടെ സുഭദ്രാപുത്ര. നീ പറയുന്നതിനനുസരിച്ച് നിൻ്റെ ശക്തി ഇനിയും വർദ്ധിക്കട്ടെ. നീ മുന്നോട്ട് പോകൂ, നമ്മൾ അധികം ദൂരെയല്ല, തൊട്ട് പുറകെ തന്നെ നിന്നെ സഹായിക്കാനായിട്ട് കാണുമെന്ന് പറഞ്ഞു. അഭിമന്യു അപ്പോൾ തന്നെ മുന്നോട്ട് വരുന്ന സൈന്യവ്യൂഹത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് സാരഥിയെടുത്ത് പറഞ്ഞു, സാരഥി സുമിത്രനാണ്. സുമിത്രൻ എന്ന് പറയുന്നത് ദാരുകൻ്റെ, അതായത് ഭഗവാന്റെ സാരഥിയായ ദാരുകൻ്റെ മകനാണ് സുമിത്രൻ. എന്നിട്ട് പറഞ്ഞു, സുമിത്ര, ദ്രോണരുടെ അടുത്തേക്ക് രഥത്തെ നീക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഉടൻ തന്നെ ആ വ്യൂഹത്തെ അവിടുന്ന് തകർക്കാൻ പോവുകയാണ്. അതായത് ആ ചക്രവ്യൂഹത്തിൻ്റെ തലഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങുകയാണ്. സുമിത്രൻ, ദാരുകൻ്റെ മകൻ, ഞാൻ പറഞ്ഞില്ലേ, നേരെ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് രഥത്തെ നീക്കുകയാണ്. അപ്പോൾ രഥം ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ സുമിത്രൻ പറയുക, എൻ്റെ കർത്തവ്യമാണ്, ഞാൻ അങ്ങയുടെ സാരഥിയാണ്, അങ്ങയെ സംരക്ഷിക്കുക എന്നത്. ഒരുപാട് വലിയൊരു ഭാരമാണ് അങ്ങ് ഏറ്റെടുക്കാൻ പോകുന്നത്. ദ്രോണാചാര്യ എല്ലാ തരത്തിലുള്ള ആയുധ കലകളിലും മികവ് നേടിയ ആളാണ്. ചുറ്റും ആളിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് യോദ്ധാക്കളുണ്ട്. അവരെല്ലാം തകർക്കേണ്ടി വരും. ഇത് വലിയ ശക്തമായിട്ടുള്ളൊരു വ്യൂഹമാണ്. നീ വെറും ഒരു കൊച്ചുകുട്ടിയാണ്. ഒരുപാട് സുഖ ആർഭാടത്തിൽ ജീവിച്ച ഒരു കൊച്ചുകുട്ടിയാണ്. യുദ്ധത്തിൻ്റെ എല്ലാ വശങ്ങളും നീ ഇതുവരെയും പഠിച്ചിട്ടില്ല. ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളൊരു യുദ്ധമായിരിക്കും നിനക്ക് എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് അഭിമന്യു ചിരിച്ചു. സാരഥി, ആരാണ് ഈ ദ്രോണൻ? ദ്രോണരെ സഹായിക്കുന്ന ക്ഷത്രിയന്മാരൊക്കെ ആരാണ്? സാക്ഷാൽ ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ മുകളിൽ കയറി വന്നാലും അവരെ സഹായിക്കാനായിട്ട് ദേവന്മാരുണ്ടെങ്കിലും അവരോട്ടും ഞാൻ യുദ്ധം ചെയ്യും. ഇവരൊന്നും എൻ്റെ 16 ഭാഗം പോലും അല്ല. സാക്ഷാൽ ലോകത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന സാക്ഷാൽ വിഷ്ണുവാണ് എൻ്റെ അമ്മാവൻ. എന്നിട്ട് വില്ലാളി വീരനായ അർജുനാണ് എൻ്റെ അച്ഛൻ. അന്നേരം അതുകൊണ്ട് ഇവരുടെ ഈ കുലത്തിൽ പിറന്ന എനിക്കെതിരെ ഏത് ശത്രുവാണ് ത്രിലോകത്തിലുള്ളത്? അതുകൊണ്ട് സുമിത്ര ധൈര്യമായിട്ട് മുന്നോട്ട് പോകും, നേരെ മുന്നോട്ട് പോകും. സുമിത്രൻ ഉടനെ യോദ്ധാക്കളാൽ തയ്യാറാക്കിയ ആ ഭിത്തിയെ, വളരെ ശക്തമായിട്ടുള്ള ആ ഭിത്തിയെ കണ്ടു. അവരവരുടെ പരിചയം പിടിച്ച് ഇങ്ങനെ തടഞ്ഞു നിർത്തുകയാണ് എല്ലാവരും. അന്നേരം സുമിത്രൻ അപ്പോഴേ ഉള്ളിൽ നല്ല വിഷമം തോന്നുന്നു, ഭയവും തോന്നുന്നു. അന്നേരം അതിവേഗതയിൽ മുന്നോട്ട് നീങ്ങുകയാണ്. രഥം ദ്രോണരുടെ എതിരെയായിട്ട് തിരിയുകയാണ്. നിമിഷങ്ങൾക്കകം അഭിമന്യു ഒരു കൂട്ടം അസ്ത്രങ്ങൾ എതിരെ നിൽക്കുന്ന എല്ലാവർക്കും എതിരെ എറിഞ്ഞു എന്നുള്ളതാണ്. അന്നേരം കണികാര വൃക്ഷത്തിൻ്റെ ആ കൊടിയടയാളം കണ്ടപ്പോഴേ ദ്രോണാചാര്യർക്ക് മനസ്സിലായി ഇത് അർജുൻ്റെ മകനാണെന്ന്. അങ്ങനെ കുമാരൻ അതിവേഗതയിൽ കൗരവ സൈന്യത്തെ തകർത്തുകൊണ്ട് മുന്നോട്ട് വരികയാണ്. അന്നേരം കാണുമ്പോൾ എല്ലാവർക്കും തോന്നി ഒരു കൊച്ചു സിംഹം ഒരു കൂട്ടം ആനകളെ ആക്രമിക്കാനായിട്ട് തോന്നി. അന്നേരം ദ്രോണർ ഉടനെ തിരിച്ചാക്രമിക്കാനായിട്ട് പ്രഖ്യാപിച്ചു. അഭിമന്യു സുമിത്രനെ രഥത്തെ നീക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുള്ള പല രീതികളും പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഓരോ അസ്ത്രങ്ങൾ വരുന്നതിനനുസരിച്ച് ആ അസ്ത്രങ്ങൾ കൊള്ളാതിരിക്കാനായിട്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു സുമിത്രൻ. തുടർച്ചയായിട്ട് ദ്രോണർക്കെതിരെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. അതേ സമയത്ത് ദ്രോണരുടെ പക്ഷത്ത് നിന്നും നിൽക്കുന്ന യുദ്ധം ചെയ്യുന്ന അവരെല്ലാവരെയും അവർക്കെതിരെ അസ്ത്രം അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാ അസ്ത്രങ്ങൾ കൊണ്ട് വീഴുന്ന ആ സമയത്ത് ഉടൻ തന്നെ അഭിമന്യു ചക്രവ്യൂഹത്തിൻ്റെ വലതു ഭാഗത്തേക്ക് പോയി. ദ്രോണാചാര്യരെ 100 അസ്ത്രങ്ങൾ കൊണ്ട് അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. അതിനുശേഷം ദ്രോണാചാര്യ മറികടന്ന് വ്യൂഹത്തിൻ്റെ പുറകിൽ പോയി. എന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കെ ആ വ്യൂഹത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത്.
അങ്ങനെ അതിഭീകരമായിട്ടുള്ള യുദ്ധം തയ്യാറായി. ആ വ്യൂഹം പൊട്ടിക്കപ്പെട്ടു. അങ്ങനെ ആരുമായിട്ടൊക്കെ യുദ്ധം ചെയ്യുന്നു എന്ന് ആർക്കും മനസ്സിലാവാത്ത വിധം എല്ലാവരും ഒരുമിച്ച് അഭിമന്യുവിനെതിരെ യുദ്ധം ആരംഭിച്ചു എന്നുള്ളതാണ്. ഒരു കൂട്ടം ആനപ്പടയാളികളും കുതിരപ്പടയാളികളും തേരാളികളും കാൽപ്പടയാളികളും എല്ലാവരും അഭിമന്യുവിനെതിരെ അലറിക്കൊണ്ട് വരികയാണ്. സുഭദ്രാപുത്രൻ ഒറ്റയ്ക്ക് എല്ലാവരെയും തകർക്കാൻ തുടങ്ങി. സുഭദ്രാപുത്രനെ ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. എല്ലാവർക്കും തോന്നി ഒരു 100 കണക്കിന് അഭിമന്യുമായിട്ട് ഇവർ യുദ്ധം ചെയ്യുകയാണെന്ന്. എന്നിട്ട് പലതരത്തിലുള്ള വാദ്യോപകരണങ്ങളും കൗരവപക്ഷത്തു നിന്ന് വായിച്ചിട്ട് എല്ലാവരും പ്രഖ്യാപിച്ചു, അവനെ കൊല്ലണം, എന്നോട് നീ യുദ്ധം ചെയ്യടാ, നീ എവിടെയാ പോകുന്നത്, ഇങ്ങനെ പല പല വാക്കുകളും. പിന്നെ വില്ലിൻ്റെ ഞാണ് വലിക്കുന്ന ശബ്ദവും ആയുധങ്ങൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകളും ആനകളുടെ അലർച്ചകളും യോദ്ധാക്കളുടെ അലർച്ചയും പിന്നെ അവരുടെ കഴുത്തിലും കയ്യിലും ഒക്കെ ഉള്ള ആഭരണങ്ങളുടെ കൂട്ടിമുട്ടുന്നതിൻ്റെ ശബ്ദവും രഥങ്ങളുടെ ചക്രങ്ങൾ കൊള്ളുന്ന ശബ്ദവും എല്ലാവരുടെയും ചെവി അടച്ചു എന്നുള്ളതാണ്. അതായത് വേറെ ശബ്ദമേ കേൾക്കാൻ കഴിയുന്നില്ല, സംസാരം ഒന്നും കേൾക്കാൻ കഴിയത്തില്ല. എല്ലാവരും ആകെ പരിഭ്രാന്തിയിലായി. ഇത്രയും ഭീകരമായിട്ടുള്ള യുദ്ധം ഇതിനു മുമ്പേ ആരും കണ്ടിട്ടില്ല. അത്രയ്ക്ക് അതിവേഗതയിൽ യുദ്ധം നടക്കുകയാണ്. അഭിമന്യു തുടർച്ചയായിട്ട് കൗരവപക്ഷത്ത് കയറി ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് കൊന്നുകൊണ്ടിരുന്നത്. ലക്ഷക്കണക്കിന്. അഭിമന്യുവിൻ്റെ വേഗത, അഭിമന്യുവിൻ്റെ ആ മെയ്വഴക്കം ആർക്കും ഇതിനു മുമ്പേ കണ്ടിട്ടില്ലെന്നുള്ളതാണ്. അന്നേരം അഭിമന്യുവിൻ്റെ മുമ്പിൽ വരുന്നവരെല്ലാം ഈ തീ ചാടുന്ന ഈയമ്പാറ്റുകളെ പോലെയായി മാറി. നിമിഷങ്ങൾക്കകം അഭിമന്യുവിൻ്റെ ചുറ്റും ശവങ്ങളെ കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ്. അന്നേരം എങ്ങനെയാണോ യജ്ഞം ചെയ്യുന്ന ഒരു പുരോഹിതൻ കുശപ്പുല്ല് ആ ഹോമത്തിൽ സമർപ്പിക്കുന്ന, അതേപോലെ ഓരോ യോദ്ധാക്കളും അർജുൻ്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റാതെ വീഴുകയായിരുന്നു. നല്ല ബലമുള്ള കൈകളും ആഭരണങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ശരീരഭാഗങ്ങളുമൊക്കെ അവിടെ കുന്നുകൂടി കിടക്കുകയാണ്. അവരുടെ കയ്യിലൊക്കെ ആയുധങ്ങൾ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കും. കൈയും കാലുകളും എല്ലാം അവിടെ ഇവിടെയും ചെതറിക്കിടക്കുകയാണ്. ഒരുപാട് യോദ്ധാക്കളുടെ അതിസുന്ദരമായിട്ടുള്ള തലകൾ കൊയ്ത് വീഴ്ത്തി എന്നുള്ളത്. എങ്ങനെയാണോ പഴവർഗ്ഗങ്ങളെ മരത്തിൽ നിന്നും കൃഷിക്കാരൻ പറിച്ച് താഴെ എറിയുന്നത്, അതേപോലെ കൗരവപക്ഷത്തിലെ വ്യൂഹത്തിനകത്തായിരുന്നിട്ടും അർജുനപുത്രൻ എല്ലാ ദിശകളിലും പോയി യുദ്ധം ചെയ്യായിരുന്നു. ആർക്കും ശരിയായിട്ട് അർജുനൻ്റെ പുത്രനെതിരെ അഭിമന്യുവിനെ ഉന്നം വയ്ക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് വേഗതയിലായിരുന്നു അഭിമന്യുവിൻ്റെ പോക്ക്. സൂര്യരശ്മികളെ പോലെ അസ്ത്രങ്ങൾ ചീറിപ്പാഞ്ഞു വരികയായിരുന്നു. വലിയ വലിയ ആന പടയാളികളെ ഉൾപ്പെടെ നിലം പതിപ്പിക്കുകയായിരുന്നു. അവരുടെ കവചങ്ങളും അവരുടെ ആയുധങ്ങളും എല്ലാം കുന്നുകൂടി കിടക്കുന്നു. കുതിരപ്പടയാളികളും അവരുടെ കുതിരകളും എല്ലാം വീണ് കിടക്കുകയാണ്. അവരുടെ അഭിമന്യുവിൻ്റെ അസ്ത്രം തുളച്ചു കയറി ആ കുതിരയും കുതിര ഓടിക്കുന്ന യോദ്ധാക്കളെയും എല്ലാം കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് കുതിരകൾ പേടിച്ചോടാൻ തുടങ്ങി. അസംഖ്യ അസ്ത്രങ്ങൾ കൊണ്ട് അഭിമന്യു എല്ലാവരെയും തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കണ്ണുകളെല്ലാം ഇങ്ങനെ മരിച്ചതിന് ശേഷം കണ്ണുകളൊക്കെ ഇങ്ങനെ തുറിച്ച് മരണം കൺമുന്നിൽ കണ്ട ആ ഭീകര അവസ്ഥയിൽ അവരുടെ മുഖം ഇരിക്കുകയായിരുന്നു, നാക്കെല്ലാം പുറത്ത് തള്ളിക്കൊണ്ട്. എന്നിട്ടും അഭിമന്യു ഒട്ടും തളരാതെ തുടർച്ചയായിട്ട് എല്ലാവരും വെല്ലുവിളിച്ചുകൊണ്ട് അസ്ത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പല യുദ്ധത്തിൻ്റെ അടവുകളും അഭിമന്യു അവിടെ കാണിച്ചു എന്നല്ല. ഇതെല്ലാം കണ്ടിട്ട് കൗരവർ പോലും അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുകയായിരുന്നു. കൗരവർ പോലും അഭിനന്ദിക്കാൻ തുടങ്ങി. പല രീതിയിലും അഭിമന്യുവിനെ തകർക്കാൻ നോക്കിയിട്ടും ഒരു തരത്തിലുള്ള പാളിച്ചകളും അഭിമന്യുവിൻ്റെ അടവുകളിൽ കാണാൻ കഴിഞ്ഞില്ല. അതിനും നേർമറിച്ച് ആരെങ്കിലും അഭിമന്യുവിൻ്റെ മുന്നിൽ വരികയാണെങ്കിൽ അവരെല്ലാം തകർന്നു വീഴുകയാണ്. അന്നേരം സാക്ഷാൽ സ്കന്ദസ്വാമി കാർത്തികേയസ്വാമി എങ്ങനെയാണോ അസുരന്മാരുടെ സൈന്യത്തെ തകർക്കുന്ന, അതേപോലെ അഭിമന്യു കൗരവപക്ഷത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും ഭയമില്ലാതെ
അതിവേഗതയിൽ അഭിമന്യു വ്യൂഹത്തിന് ചുറ്റും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പോകുന്നിടത്തെല്ലാം അഭിമന്യു പോയ വഴി കാണാൻ പറ്റും. കാരണം പോകുന്നിടത്തെല്ലാം ശവങ്ങൾ കുന്നുകൂടുകയാണെന്നുള്ളതാണ്. ആയിരക്കണക്കിന് കൗരവ യോദ്ധാക്കൾ ആയുധങ്ങളും തറയിട്ടിട്ട് ഓടിയെന്നുള്ളതാണ്. അവരുടെ ബന്ധുക്കളും കൂട്ടുകാരും എല്ലാം ബോധം കെട്ട് കിടക്കുന്നു. അതൊന്നും ചിന്തിക്കാതെ ഭ്രാന്ത് പിടിച്ചതുപോലെ എല്ലാ ദിശകളിലും ഓടാൻ തുടങ്ങി. ആനകളും അലറിക്കൊണ്ട് വിളിച്ചു കൂവിക്കൊണ്ട്, കുതിരകളും പേടിച്ച് എല്ലാ ദിശകളിലും ഓടാൻ തുടങ്ങി. അഭിമന്യുവിൻ്റെ മുമ്പിൽ വരാൻ ആനകൾക്കോ കുതിരകൾക്കോ പേടിയായിരുന്നു. അവസാനം രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കുറേ ശവങ്ങൾ മാത്രമായി. ഇതെല്ലാം കണ്ടിട്ട് ദുര്യോധന ദേഷ്യം വന്നു. ദുര്യോധൻ സ്വന്തം സംരക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കാതെ അലറിക്കൊണ്ട് അഭിമന്യുവിൻ്റെ മുന്നിലേക്ക് ചാടി. ഇത് കണ്ടിട്ട് ദ്രോണാചാര്യക്ക് പേടിയായി. എന്നിട്ട് മറ്റ് യോദ്ധാക്കളോട് പറഞ്ഞു, അർജുനെ രക്ഷിക്കൂ, അശ്വത്ഥാമ, കൃപാചാര്യ, കർണ, ശകുനി, ശല്യ, വേഗ ദുര്യോധനെ രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ അഭിമന്യുവിന് ചുറ്റും ഒത്തുകൂടി. കാരണം ദ്രോണാചാര്യക്ക് മനസ്സിലായി ഇത്രയും ഭീകരമായിട്ട് അഭിമന്യു യുദ്ധം ചെയ്യുമ്പോൾ ആരെങ്കിലും മുന്നിൽ ചെന്ന് അവരുടെ കാര്യം ഒരു തീരുമാനമാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഒരു കൂട്ടം അസ്ത്രങ്ങളെ കൊണ്ട് അഭിമന്യുവിനെ മൂടി. പക്ഷേ രഥത്തിൽ നിന്ന് കറങ്ങി ഈ അസ്ത്രങ്ങൾക്കെല്ലാം മറുപടി കൊടുത്തു എന്നുള്ളതാണ്. ഇതിന് സുമിത്രൻ വളരെ വിദഗ്ധമായിട്ട് അഭിമന്യുവിൻ്റെ രഥം ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ഈ അഭിമന്യുവിൻ്റെ എതിരായിട്ട് നിൽക്കുന്ന ഓരോ യോദ്ധാക്കളെയും നന്നായി ആഴത്തിൽ മുറിവേൽപ്പിച്ചു എന്നുള്ളത് അഭിമന്യു. ഇനി കൗരവപക്ഷത്തുള്ള എല്ലാവരും ചുറ്റി വളഞ്ഞിട്ട് എല്ലാ ദിശകളിൽ നിന്നും അഭിമന്യുവിനുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അവരെല്ലാം ശരവർഷം പെയ്പ്പിച്ചു എന്നുള്ളതാണ്. ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ ഓരോ യോദ്ധാക്കളും അയച്ചു എന്നുള്ളതാണ്. പക്ഷേ വളരെ വിദഗ്ധമായിട്ട് ഓരോ അസ്ത്രങ്ങൾക്ക് മറുപടി കൊടുത്തു എന്നുള്ളതാണ്. ചില അസ്ത്രങ്ങൾ അഭിമന്യുവിൻ്റെ ആ ഒരു തടയലിനെ മറികടന്ന് ആ കവചത്തെ ഭേദിച്ച് ഉള്ളിലേക്ക് കുത്തിക്കയറി എന്നുള്ളതാണ്. പക്ഷെ എന്നിട്ടും ഒരു കുലുക്കവും ഇല്ലാതെ തിരിച്ച് നല്ല ഉന്നം പിടിച്ച് 12 അസ്ത്രങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരാൾക്കെതിരെ അയച്ചുകൊണ്ടിരുന്നു. അതിലൂടെ അശ്മാകൻ എന്ന് പറയുന്ന കൗരവപക്ഷത്തിലെ ഒരു പ്രധാന രാജാവ് രഥം തകർന്നു വീണു. അടുത്ത 6 അസ്ത്രങ്ങൾ കൊണ്ട് ആ രാജാവിൻ്റെ കുതിരകളെ കൊന്നു. എന്നിട്ട് പിന്നെ സാരഥിയെ കൊന്നു, ആ രാജാവിനെയും കൊന്നില്ല. ഇത് കണ്ട ഉടനെ കൗരവപക്ഷത്തിലെല്ലാവരും ആ രാജാവിനെ സപ്പോർട്ട് ചെയ്തിരുന്ന യോദ്ധാക്കളെല്ലാവരും തിരിഞ്ഞു ഓടിയെന്നുള്ളതാണ്. ഉടൻ തന്നെ ദുര്യോധനും കർണനും യുദ്ധം ചെയ്യാൻ തുടങ്ങി. തുടർച്ചയായിട്ട് അഭിമന്യുവിനെതിരെ അസ്ത്രങ്ങൾ അയച്ചു. അതെല്ലാം വലിയ പർവ്വതം മഴ എങ്ങനെ സ്വീകരിക്കുന്നു അതേപോലെ അഭിമന്യു അതെല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കർണൻ്റെ കവചത്തെ തകർക്കുന്ന രീതിയിൽ അതിശക്തമായിട്ടൊരു അസ്ത്രം അഭിമന്യു അയച്ചു. അത് കർണൻ്റെ തോളത്ത് കുത്തിക്കേറി നല്ല ആഴത്തിൽ മുറിവേൽപ്പിച്ചു. അന്നേരം ആ മുറിവേറ്റിട്ട് കർണൻ നന്നായിട്ട് ഈ ഭൂമി കുലുങ്ങുന്നത് പോലെ കുലുങ്ങി എന്നുള്ളതാണ്. എന്നിട്ട് ബോധം കെട്ട് വീണു. എന്നിട്ട് അഭിമന്യു ഉടൻ തന്നെ 16 അസ്ത്രങ്ങൾ ദുര്യോധനെതിരെ എറിഞ്ഞു എന്നുള്ളതാണ്. അതിനോടൊപ്പം 4 അസ്ത്രങ്ങൾ ദുര്യോധനെ സഹായിക്കുന്ന മറ്റ് കൗരവ യോദ്ധാക്കൾക്കെതിരെ അയച്ചു എന്നുള്ളതാണ്. അതേ സമയത്ത് ശല്യനും അശ്വത്ഥാമാവും വീണ്ടും മുന്നോട്ട് വന്ന് യുദ്ധം ചെയ്യുകയാണ്. അർജുനെ പോലെ വേഗതയും കഴിവുകളും കാണിച്ച് അതിതീവ്രമായിട്ട് ശല്യനെതിരെ അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ കൊണ്ട് ശല്യം നന്നായി കുലുങ്ങാൻ തുടങ്ങി രഥത്തിൽ. എന്നിട്ട് ശല്യൻ അസ്ത്രം കൊണ്ട ഉടൻ തന്നെ അഭിമന്യു വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഒരു കൂട്ടം അസ്ത്രങ്ങളെ അശ്വത്ഥാമാവിനെതിരെ എറിഞ്ഞു എന്നുള്ള. അത് കെട്ടി അശ്വത്ഥാമാവും ഏകദേശം അബോധാവസ്ഥയിൽ വീണു രഥത്തിൽ. അഭിമന്യുവിനെ നേരിടുന്ന എല്ലാ യോദ്ധാക്കളും അതിവേഗതയിൽ ഓടാൻ തുടങ്ങി എന്നുള്ളതാണ്. എത്രയോ അസംഖ്യം യോദ്ധാക്കൾ ഓടാൻ തുടങ്ങി എന്നുള്ളത്. പ്രധാനപ്പെട്ട യോദ്ധാക്കൾ മാത്രമേ അഭിമന്യുവിനെ നേരിടാൻ അവിടെ നിന്നോളൂ. പക്ഷെ അവർക്ക് പോലും ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആ രഥത്തിൽ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ സിദ്ധന്മാരും ചാരണന്മാരും അഭിമന്യുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. കൗരവർ പോലും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതേ സമയത്ത് ദേഷ്യം ഉണ്ടായിരുന്നു, ബഹുമാനവും വർദ്ധിച്ചു എന്നല്ല. കാരണം അത്രയ്ക്ക് വിദഗ്ധമായിട്ടായിരുന്നു ആയുധ കലകളിൽ അഭിമന്യുവിൻ്റെ മികവ്.
ആയിരക്കണക്കിന് കൗരവ യോദ്ധാക്കളെ അഭിമന്യു തകർത്തുകൊണ്ടിരിക്കുന്നു. അഭിമന്യുവിൻ്റെ മുന്നിൽ വരുന്ന ആർക്കും ജീവനോടെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെ അഭിമന്യു ആയിരക്കണക്കിന് കൗരവ യോദ്ധാക്കളെ തകർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അഭിമന്യുവിൻ്റെ മുമ്പിൽ വരുന്ന ആർക്കും പിടിച്ചിരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ശല്യൻ്റെ സഹോദരനായ മദ്രൻ, ശല്യൻ ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുന്നു എന്ന് കണ്ടിട്ട് അഭിമന്യുവിനെതിരെ ദേഷ്യത്തോടു കൂടി ചാടി വന്നു എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് അഭിമന്യുവിനെതിരെ 20 അസ്ത്രങ്ങൾ അയച്ചു. പക്ഷേ അഭിമന്യു ആ അസ്ത്രങ്ങളെയൊക്കെ തുണ്ടം തുണ്ടമാക്കി. അഭിമന്യു പിന്നെ മദ്രനെതിരെ ഒരു കൂട്ടം അസ്ത്രങ്ങൾ അയച്ചു. അത് മദ്രൻ്റെ രഥത്തെ തകർത്തു, ആളുടെ കൈ കാലുകളെ തകർത്തു, പിന്നെ തലയും തകർത്തു. നിമിഷങ്ങൾക്കകം 2 കൈയും പോയി, കാലും പോയി, അവസാനം തലയും പോയെന്നുള്ള. മദ്രൻ അവിടെ വീഴുന്ന കണ്ടിട്ട് ആയിരക്കണക്കിന് യോദ്ധാക്കൾക്ക് ദേഷ്യം വന്നിട്ട് അഭിമന്യുവിനെതിരെ ചാടി വീഴുകയാണ്. അവരെല്ലാവരും പറഞ്ഞു, എടാ അവനെ അവനെ വിടരുത്, നീ ഇനി രക്ഷപ്പെടത്തില്ലടാ, നിൻ്റെ ജീവൻ പോയത് തന്നെ, നമ്മുടെ ജീവൻ പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. സുഭദ്രാപുത്രൻ അവരെ എല്ലാം അതിമൂർച്ചയുള്ള അസ്ത്രങ്ങളാൽ നേരിട്ടു എന്നുള്ളതാണ്. ദിവ്യാസ്ത്രങ്ങളെ ആവഹിച്ചു. അച്ഛനിൽ നിന്നും അമ്മാവിൽ നിന്നും ലഭിച്ച, അതായത് അർജുനിൽ നിന്നും ഭഗവാൻ കൃഷ്ണനിൽ നിന്നും ലഭിച്ച ദിവ്യാസ്ത്രങ്ങളെയൊക്കെ ആവാഹിച്ച് അയക്കാൻ തുടങ്ങി. എങ്ങനെയാണോ ചൂടുള്ള സമയത്ത് സൂര്യൻ്റെ തീക്ഷണമായിട്ടുള്ള രശ്മികൾ നന്നായിട്ട് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നത്, അതേപോലെ ഓരോ അസ്ത്രങ്ങളും എല്ലാ യോദ്ധാക്കളെയും തകർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പലതരത്തിലുള്ള അസ്ത്രങ്ങളൊക്കെ അയച്ച് കൗരവ യോദ്ധാക്കളെ ഒരു പരുവാക്കി എന്നുള്ളത്. ചന്ദ്രകല ആകൃതിയിലുള്ള പല അസ്ത്രങ്ങളും അയച്ചുകൊണ്ട് ഒരു കാരണവുമില്ലാതെ എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വ്യൂഹത്തിൻ്റെ ഇടയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അർജുൻ ഒരു വഴി തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും മരിച്ചു വീഴുകയായിരുന്നു. അർജുനപുത്രൻ്റെ ഈ സാഹസികത കണ്ടിട്ട് ദ്രോണാചാര്യർ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ദുര്യോധൻ ദ്രോണാചാര്യരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അന്നേരം ദ്രോണാചാര്യരുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ദുര്യോധൻ വന്നതാണ്. അപ്പോൾ ദുര്യോധനോട് പറയാം, ദുര്യോധന നോക്കൂ, ഈ ചെറുപ്രായത്തിലുള്ള ഈ കുമാരൻ എത്ര ഭീകരമായിട്ട് ഇന്ന് യുദ്ധം ചെയ്യുന്നതെന്ന് നോക്കൂ. ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അവൻ്റെ കൂട്ടുകാർക്കും അവൻ്റെ ബന്ധുക്കൾക്കും എത്രമാത്രം സന്തോഷമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ധനുർധാരി ഇത്രത്തോളം മികവുള്ള ആരെങ്കിലും ഉണ്ടെന്ന്. അവൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ സൈന്യത്തെ ഇന്ന് തീർക്കാൻ പറ്റുമെന്ന്. അതിൽ ആരാ പറയാ? ദ്രോണാചാര്യ. ഇത് കേട്ടിട്ട് ദുര്യോധന അങ്ങോട്ട് ദേഷ്യം വന്നു. പക്ഷെ ദേഷ്യത്തെയൊക്കെ കടിച്ചു പിടിച്ചിട്ട് ചിരിച്ചുകൊണ്ട് കർണനോട് പറയുക, നമ്മുടെ സേനാപതിക്ക് അർജുനപുത്രനോട് എത്ര സ്നേഹമുണ്ടെന്ന് നോക്ക്. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവനെ കൊല്ലുന്നില്ല? ദ്രോണാചാര്യർ ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ ആർക്കും ആളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. പക്ഷെ അർജുനോടുള്ള സ്നേഹം കാരണം അർജുൻ്റെ മകനെയും വെറുതെ വിടുകയാണ്. ഇപ്പോൾ ദ്രോണാചാര്യർ സ്വയം അഭിമന്യുവിനെ സംരക്ഷിക്കുന്ന കാരണം അഭിമന്യു ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ കണ്ടില്ലേ? എന്നിട്ട് പറഞ്ഞു, ഇനി എന്തായാലും അവനെ കൊന്നേ പറ്റൂ. കാരണം ഒട്ടും സമയം പാഴാക്കരുത്, എത്രയും പെട്ടെന്ന് അവനെ തകർക്കണം. ദ്രോണാചാര്യർ എന്തായാലും ഒന്നും ചെയ്യത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ദുശാസനൻ ദുര്യോധൻ്റെ വാക്കുകൾ കേട്ടു. എന്നിട്ട് ദുശാസനൻ പറഞ്ഞു, ഈ ഒരു കർത്തവ്യം ഞാൻ നിറവേറ്റാം. ഞാൻ പാണ്ഡവരെ നോക്കി നിൽക്കെ അവനെ ഇന്ന് കൊല്ലും. ഞാൻ അവനെ കൊന്നു എന്ന് കേട്ടിട്ട് കൃഷ്ണനും അർജുനും അവരുടെ മനോധൈര്യം തകർന്നു പോവും. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അവരെ കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കൂ, ഞാൻ ഉടനെ സുഭദ്രാപുത്രനെ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ദുശാസനൻ അതിവേഗതയിൽ അലറിക്കൊണ്ട് അഭിമന്യുവിൻ്റെ മുമ്പിൽ പോവുകയാണ്. ഒരു കൂട്ടം അസ്ത്രങ്ങൾ അഭിമന്യുവിനെതിരെ എറിഞ്ഞു എന്നുള്ളതാണ്. അത് അഭിമന്യുയുടെ രഥത്തെ മൂടി എന്നുള്ളതാണ്. അഭിമന്യു ദുശാസനാണ് എതിരെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഒരു 12 അസ്ത്രങ്ങൾ അയച്ചു എന്നുള്ളത്. ആ അസ്ത്രങ്ങൾ നല്ല ആഴത്തിൽ മുറിവേൽപ്പിച്ചു. ദുശാസൻ്റെ ദേഷ്യം ഇനിയും വർദ്ധിച്ചു. എന്നിട്ട് അഭിമന്യുവിനെതിരെ വീണ്ടും ഒരു കൂട്ടം അസ്ത്രങ്ങൾ അയച്ചു. അതിനെല്ലാം മറുപടിയായിട്ട് ആ അസ്ത്രങ്ങളെല്ലാം അഭിമന്യു തടുത്തു.
എന്നിട്ട് വീണ്ടും ഒരു കൂട്ടം അസ്ത്രങ്ങൾ അയച്ചു. അങ്ങനെ രണ്ടുപേരും ഒട്ടും വിട്ടുകൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുന്നവർക്ക് ഇതൊരു വലിയൊരു അത്ഭുത കാഴ്ചയായിരുന്നു. ദുശാസനെ സന്തോഷിപ്പിക്കാനും പ്രോത്സാഹനം നൽകാനും വളരെ ഉച്ചത്തിൽ വാദ്യോപകരണങ്ങൾ വായിക്കാൻ തുടങ്ങി. അന്നേരം ദുശാസൻ വളരെ ശക്തമായിട്ട് അഭിമന്യുവിനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അഭിമന്യു തുടർച്ചയായിട്ട് അസ്ത്രങ്ങളൊക്കെ തടുത്തുകൊണ്ട് പറഞ്ഞു, എന്തായാലും നിന്നെ എൻ്റെ മുന്നിൽ കിട്ടിയത് എൻ്റെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. നീ യുധിഷ്ഠിരനെയും ഭീമസേനെയും ഒരുപാട് ക്രൂര വാക്കുകളാൽ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം നീ ഇന്ന് മറുപടി പറയേണ്ടി വരും. ദ്രൗപദി ദേവിയുടെ മുടിയെ നീ തൊട്ട് അശുദ്ധമാക്കി. അതിനെല്ലാം നീ ഇന്ന് പകരം ഞാൻ ചോദിക്കുന്നതായിരിക്കും, നിന്നോട് പകരം ചോദിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നീ എൻ്റെ അസ്ത്രങ്ങളുടെ മുമ്പിൽ നിൻ്റെ ഒരു കാര്യവും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിമിഷങ്ങൾക്കകം അഭിമന്യു ഇങ്ങനെ തുടർച്ചയായിട്ട് അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു പൂർണ്ണ ശക്തിയോടുകൂടി. ആ അസ്ത്രങ്ങളെല്ലാം ദുശാസൻ്റെ തോള് കുത്തി തുളച്ചകത്തോട്ട് കയറി എന്നുള്ളതാണ്. അവസാനം ദുശാസനം വേദന കൊണ്ട് പുളഞ്ഞ് കയ്യിൽ നിന്ന് വില്ല് തകർന്ന് വീഴുകയാണുള്ള. ഒരു 25 അസ്ത്രം തീയെ പോലെ ചീറിപ്പാഞ്ഞു വന്നു എന്നുള്ളതാണ്. അത് ദുശാസൻ്റെ നെഞ്ചത്തും കയ്യിലും എല്ലാം തുളച്ച് കയറി എന്നുള്ളതാണ്. ദുശാസനൻ വേദന കൊണ്ട് പൊളഞ്ഞ് വിളിച്ചു പോകാൻ തുടങ്ങി. എന്നിട്ട് ബോധം കെട്ടു. ഉടൻ തന്നെ സാരഥി ദുശാസനെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. ദുശാസനെ കീഴ്പ്പെടുത്തിയെന്ന് കണ്ടപ്പോൾ കർണൻ അഭിമന്യുവിനെ വെല്ലുവിളിക്കുകയാണ്. പക്ഷേ എന്നിട്ടും കർണനും ഒന്നും ചെയ്യാൻ കഴിയില്ല. കർണനും തോറ്റു എന്നുള്ളതാണ് അഭിമന്യുവിൻ്റെ മുമ്പിൽ. അഭിമന്യു ഒരു 12 അസ്ത്രങ്ങൾ കൊണ്ട് കർണനെ പുറമോട്ട് നീക്കി എന്നുള്ളതാണ്. കർണൻ്റെ കൊടിയടയാളത്തെ തകർത്തു, കർണൻ്റെ കവചത്തെ തകർത്തു. കർണൻ അവസാനം ബോധം കെട്ട് വീണ് ഓടി രക്ഷപ്പെടുകയാണ്. കർണനെ രക്ഷിക്കാനായിട്ട് സഹായിക്കാനായിട്ട് അധിരഥൻ്റെ, അതായത് കർണൻ്റെ വളർത്തച്ഛൻ്റെ മറ്റ് മക്കൾ, അവരെല്ലാവരും കർണനെ ജ്യേഷ്ഠ സഹോദരനായിട്ടായിരുന്നു കണ്ടത്. അവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് അഭിമന്യുവിനെതിരെ ചാടി വന്നു എന്നാണ്. ഒരു 100 ഇവർക്ക് ഒരു മിനിറ്റ് അതിൽ ഒരാൾ അഭിമന്യുവിനെതിരെ ചാടി വന്നു. അധിരഥൻ്റെ സഹോദരങ്ങളിൽ, അധിരഥൻ്റെ മക്കളിൽ ഒരു കൂട്ടം ആൾക്കാരിൽ ഒരാൾ ചാടി പാഞ്ഞ് അഭിമന്യുവിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഒരു 100 അസ്ത്രങ്ങൾ അഭിമന്യുവിനെതിരെ അയച്ചു എന്നുള്ളതാണ്. അഭിമന്യു വളരെ നിഷ്പ്രയാസം ആ അസ്ത്രങ്ങളെല്ലാം നേരിട്ടു. എന്നിട്ട് ആ കർണൻ്റെ ആ സഹോദരനെ 30 അസ്ത്രങ്ങൾ എറിഞ്ഞു എന്നുള്ളതാണ്. ആ 30 അസ്ത്രങ്ങൾ കൊണ്ട് കർണൻ്റെ സഹോദരൻ്റെ ആ കുടയെ തകർത്തു, കൊടിയടയാളത്തെ തകർത്തു, എല്ലാ കുതിരകളെയും തകർത്തു, രഥത്തിൻ്റെ ചക്രത്തെ തകർത്തു. എന്നിട്ടും കർണൻ്റെ സഹോദരൻ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഉടൻ തന്നെ ചന്ദ്രകല ആകൃതിയിലുള്ള ഒരു അസ്ത്രം എറിഞ്ഞ് അവൻ്റെ തലയർത്തു എന്നുള്ളതാണ്. ഇത് കണ്ടിട്ട് കൗരവരെല്ലാം വാവിളിച്ച് നോക്കിയിരിക്കുക എന്നുള്ളത്. ഇതെന്തുമായി കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ എന്ന് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും അഭിമന്യുവിനെ നേരിടാൻ കഴിയുന്നില്ല. കാട്ടുതീ പോലെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അഭിമന്യു ശംഖ് ഊതിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് വല്ലാത്ത വല്ലാത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മൂർച്ചയുള്ള ചീറിപ്പാഞ്ഞു വരുന്ന അസ്ത്രങ്ങൾ എല്ലാ ദിശകളിലേക്കും വരികയാണ്. ആയിരക്കണക്കിന് ആൾക്കാരെ, ചക്രവ്യൂഹത്തിനകത്തിരിക്കുന്ന ആൾക്കാരെ എല്ലാം കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് യുധിഷ്ഠിരൻ, ഭീമൻ, നകുല സഹോദരന്മാർ, ദൃഷ്ടദ്യുമ്നൻ, ദ്രുപദൻ, വിരാടൻ ഇവരെല്ലാവരും അഭിമന്യു വ്യൂഹത്തിലേക്ക് കയറുന്നതായിട്ട് കണ്ടു. അങ്ങനെ അവർ ആ വ്യൂഹത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമായിരുന്നു. അതായത് അവിടെ ഒരു ഗ്യാപ്പ് കിട്ടി വ്യൂഹത്തിലേക്ക് കയറാനായിട്ട്. അന്നേരം ആ ഗ്യാപ്പിൻ്റെ അവിടെ നിന്ന് അതിവേഗതയിൽ അങ്ങോട്ട് കയറാൻ തുടങ്ങുന്ന സമയത്ത് ജയദ്രഥൻ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് പാണ്ഡവരെ വെല്ലുവിളിക്കുകയാണ്. ആ തകർന്ന വ്യൂഹത്തിൻ്റെയും പാണ്ഡവരുടെ ഇടയിൽ ജയദ്രഥൻ വന്ന് 4 പാണ്ഡവരുമായിട്ട് ആക്രമിക്കുകയാണ്. കാരണം ആ സമയത്ത് അവന് മഹാദേവനിൽ നിന്ന് അനുഗ്രഹം കൂടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ജയദ്രഥൻ ഒട്ടും ഭയമില്ലായിരുന്നു. 4 പാണ്ഡവരെയും തടുത്തു എന്നുള്ളതാണ്. അന്നേരം മഹാദേവൻ്റെ അനുഗ്രഹത്താൽ അർജുനൊഴികെ ബാക്കിയുള്ള 4 പാണ്ഡവരെ ഒരു ദിവസം നിനക്ക് പിടിച്ചു നിർത്താൻ പറ്റും എന്നൊരു അനുഗ്രഹം മഹാദേവൻ കൊടുത്തിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? കാരണം ദ്രൗപദി ദേവിയെ അപഹരിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അവസാനം അർജുനും ഭീമനും കൂടെ പിടിച്ച് അവനെ കൊല്ലാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു കൊല്ലണ്ടെന്ന് പറഞ്ഞു.
കാരണം എന്തായാലും നമ്മുടെ ദുര്യോധൻ്റെ സഹോദരിയായ ദുശ്ശളയുടെ ഭർത്താവല്ലേ എന്നൊക്കെ പറഞ്ഞ് മാപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ് അവന് കൊടുത്തത്. എന്നിട്ട് പക്ഷേ അവൻ്റെ തല മുണ്ടനം ചെയ്തു. 5 മുടി മാത്രം തലയിൽ വെച്ചു എന്നുള്ളത് പാണ്ഡവരുടെ പ്രതീകമായിട്ട്. അന്നേരം അതിൽ അപമാനിതനായ അവൻ തപസ് ചെയ്ത് മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തി പാണ്ഡവരെ കൊല്ലണമെന്ന് പറയുകയാണ്. അന്നേരം പറഞ്ഞു ഭഗവാൻ പാണ്ഡവരെ സംരക്ഷിക്കുകയാണ്, അവരെ കൊല്ലാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു പക്ഷേ അർജുനൊഴികെ 4 പേരെ നിനക്ക് തോൽപ്പിക്കാൻ പറ്റും ഒരു ദിവസം എന്ന് പറഞ്ഞു. ആ ദിവസമായിരുന്നു ഇത്. എന്ത് ചെയ്യാനല്ലേ? അപ്പോൾ അർജുൻ ഇപ്പോഴും സംശപ്തകന്മാരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബാക്കിയുള്ള പാണ്ഡവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പാണ്ഡവർക്ക് അത്ഭുതം തോന്നി. എന്തുകൊണ്ടാണ്? കാരണം അവർക്കറിയത്തില്ലായിരുന്നു ജയദ്രഥന് ഇങ്ങനെ ഒരു വരം കിട്ടിയതായിട്ട്. അവൻ എങ്ങനെയാണ് നമ്മളെ തടുത്തു നിർത്താൻ കഴിയുന്നത്? കാരണം അവനൊരു യോദ്ധാവേ അല്ല. പാണ്ഡവന് മുമ്പിൽ ഒട്ടും പിടിച്ചിരിക്കാൻ കഴിയില്ല. എല്ലാ തരത്തിലുള്ള അസ്ത്രങ്ങൾ അയച്ചിട്ടും ജയദ്രഥനെ തടുക്കാൻ കഴിഞ്ഞില്ല, മറികടക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും തകർന്ന ആ വ്യൂഹം വീണ്ടും ഒന്നിക്കുമായിരുന്നു. അന്നേരം പാണ്ഡവർ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കേണ്ടി വന്നു അഭിമന്യു ഒറ്റയ്ക്ക് പ്രവേശിക്കാനായിട്ട്. ആ സമയം കൊണ്ട് ഒരുപാട് കൗരവ യോദ്ധാക്കൾ ജയദ്രഥനെ സഹായിക്കാനായിട്ടും വന്നു. എല്ലാവരും ജയദ്രഥനെ അഭിനന്ദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ചക്രവ്യൂഹത്തിന് പുറത്തും വളരെ ഭീഷണമായിട്ടുള്ളൊരു യുദ്ധം നടക്കുകയാണ്. പക്ഷേ അഭിമന്യു അപ്പോൾ ഉള്ളിൽ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പാണ്ഡവർക്ക് ആർക്കും അകത്തോട്ട് പ്രവേശിക്കാൻ കഴിയില്ല. ഇനി ചക്രവ്യൂഹത്തിനകത്താണെങ്കിൽ ദുര്യോധൻ കൂടുതൽ പരിഭ്രാന്തിയിലായി. ആർക്കും അഭിമന്യുവിനെ തടുക്കാൻ കഴിയില്ല. ആരൊക്കെ അഭിമന്യുവിൻ്റെ അടുത്ത് വരുന്നോ അവരെല്ലാം മരിച്ചു വീഴുകയാണ്, അല്ലെങ്കിൽ പിന്മാറേണ്ടി വരികയാണ്. കൗരവ സൈന്യത്തിലെ എല്ലാ യോദ്ധാക്കളെയും കർണൻ, കൃപാചാര്യൻ, അശ്വത്ഥാമ, ശല്യൻ, കൃതവർമ്മ, ബാലികൻ ഇവരെല്ലാം തോൽപ്പിച്ചു എന്നുള്ളതാണ്. ദുര്യോധൻ സ്വയം തോറ്റു എന്നുള്ളതാണ്. ഇതൊരു ദ്രോണാചാര്യക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ദുര്യോധൻ അഭിമന്യുവിനെ ഇങ്ങനെ കൗരവ സൈന്യത്തെ തകർക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. ശകുനി പറഞ്ഞു, എന്തായാലും നേർവഴിയോടുകൂടി ഇവനെ കൊല്ലാൻ നമുക്ക് കഴിയില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ചതിയിലൂടെ കൊല്ലേണ്ടി വരുമെന്ന്. നമ്മളെല്ലാവരും ഒരുമിച്ച് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് കർണൻ ദ്രോണാചാര്യയോട് പറഞ്ഞു, ആചാര്യ നമുക്ക് പറഞ്ഞു തരൂ അഭിമന്യുവിനെ എങ്ങനെ കൊല്ലണമെന്ന്. ദ്രോണാചാര്യർ അഭിമന്യുവിനെ ബഹുമാനത്തോടുകൂടിയും അത്ഭുതത്തോടുകൂടിയും നോക്കിയിട്ട് പറഞ്ഞു, ഈ ഒരു കുമാരൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പാളിച്ച നിങ്ങൾ കണ്ടോ? യുദ്ധത്തിൽ ഒരു പാളിച്ച പോലും നമുക്ക് കാണാം, ഒരു ബലഹീനത പോലും ഇല്ല. നമ്മൾ ഇത്രയും ശ്രദ്ധയോടുകൂടി ആക്രമിച്ചിട്ടും ഒരു ചെറിയ ഗ്യാപ്പ് പോലും നമുക്ക് കിട്ടുന്നില്ല അവനെ വീഴ്ത്താനായിട്ട്. എപ്പോഴും അവൻ്റെ വില്ലിങ്ങനെ വളഞ്ഞു തന്നെ നിൽക്കും, എന്നിട്ട് എപ്പോഴും ഇങ്ങനെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. ഇത് കാണുന്ന തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. എൻ്റെ കൈകളും കാലുകളിലും ഒക്കെ അവൻ്റെ അസ്ത്രങ്ങൾ തുളച്ചു കയറുന്നുണ്ടെങ്കിലും എനിക്ക് അവനും അർജുനിൽ നിന്നും ഒരു വ്യത്യാസവും കാണുന്നില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് കർണന് കൂടുതൽ അക്ഷമനായി അഭിമന്യുവിൻ്റെ സ്തുതികൾ കേട്ടപ്പോൾ. എന്നിട്ട് പറഞ്ഞു, ഓ ബ്രാഹ്മണ, എനിക്കും ഈ കുമാരൻ്റെ കൈകൊണ്ട് ഒരുപാട് മുറിവ് ഏറ്റിട്ടുണ്ട്. അന്നേരം പക്ഷേ എൻ്റെ ക്ഷത്രിയ കർത്തവ്യമാണ് യുദ്ധം ചെയ്യുക എന്നത്. അവ ഏകദേശം നമ്മളെല്ലാവരും കൊന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സൈന്യത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ തടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ഇന്ന് തന്നെ യുദ്ധം തീരുമെന്ന്. അന്നേരം ദ്രോണാചാര്യൻ പറയൂ, ഇത് മാത്രമല്ല അഭിമന്യുവിൻ്റെ ശക്തി. അഭിമന്യു ധർമ്മിഷ്ഠനാണ്, മുതിർന്നവരെ ബഹുമാനിക്കുന്നവരാണ്, അത് ഭഗവാന്റെ വലിയ അനുഗ്രഹമുള്ളവനാണ്. അന്നേരം അവനെപ്പോലെ ശക്തനായിട്ട് ഒരു യോദ്ധാവ് ലോകത്തില്ല. കാരണം അർജുനും ഭഗവാൻ കൃഷ്ണനുമാണ് അവൻ്റെ ഗുരു. അതുകൊണ്ട് പിന്നെ അതുകൂടാതെ അർജുൻ ഒരു പ്രത്യേകതരം കവചം അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ കവചം ഒരു അസ്ത്രങ്ങൾക്കും ഭേദിക്കാൻ പറ്റത്തില്ല. ആ കവചം ഉള്ളിടത്തോളം കാലം അവനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് ദ്രോണാചാര്യ തല കുനിച്ചിട്ട് പറയാണ്, പക്ഷേ ഒരു വഴിയുണ്ട്, ആ വഴിയിലൂടെ മാത്രമേ അവനെ വീഴ്ത്താൻ കഴിയൂ. കാരണം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. നീ അവൻ്റെ വില്ല് തകർക്കണം, കുതിരകളുടെ ഞാണ് പൊട്ടിക്കണം, രഥത്തിൻ്റെ ചക്രം തകർക്കണം. അതേ സമയത്ത് കൃതവർമ്മ കുതിരകളെ കൊല്ലണം, അശ്വത്ഥാമാവ് സാരഥിയെ കൊല്ലണം. ഇതേ സമയത്ത് കൃപാചാര്യ, ദുര്യോധന, ഞാനും അവനെ ആക്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ 6 പേര് ഒരേ സമയത്ത് ആക്രമിക്കുകയാണെങ്കിൽ നമുക്ക് അവനെ കീഴ്പ്പെടുത്താൻ കഴിയും. ഇവരെല്ലാം അധിരഥികളാണെന്ന് ആലോചിക്കണം.
സി രഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 പേരുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്നവർ, 1000 യോദ്ധാക്കളുമായിട്ട്. മഹാരഥി എന്ന് പറഞ്ഞാൽ 10,000 യോദ്ധാക്കളുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്നവർ. അന്നേരം അധിരഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംഖ്യം യോദ്ധാക്കളുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്നവർ. അന്നേരം ഇവരെല്ലാവരും ശ്രമിച്ചിട്ടും അഭിമന്യുവിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. അന്നേരം ഇത്രയും അധിരഥികൾ എല്ലാവരും കൂടെ ഒന്നിച്ചിനി അഭിമന്യുവിനെ ആക്രമിക്കാൻ പോകണം, അതും പല പല രീതിയിൽ. അത് യുദ്ധത്തിൻ്റെ നിയമമല്ല, അതിന് വിരുദ്ധമാണ്. അന്നേരം ദ്രോണാചാര്യന് വലിയ നാണക്കേട് തോന്നി. ദ്രോണാചാര്യർക്ക് അറിയാമായിരുന്നു ഈ ഒരു ഉപദേശം ഒരിക്കലും ഇത് ധർമ്മം അനുസരിച്ചല്ല. പക്ഷെ വേറൊരു വഴിയും ദ്രോണാചാര്യ കാണുന്നില്ല. കാരണം കൗരവ സേനാപതി എന്നുള്ള രീതിയിൽ കൗരവ സൈന്യത്തെ സംരക്ഷിക്കുക എന്നത് കർത്തവ്യമാണല്ലോ എന്ന് ദ്രോണാചാര്യ വിചാരിച്ചു. അങ്ങനെ മറ്റ് 5 കൗരവ യോദ്ധാക്കളുമായിട്ട് അഭിമന്യുവിനെ ആക്രമിക്കാൻ തീരുമാനിച്ചു. അവരെല്ലാവരും ചുറ്റി വളഞ്ഞിട്ട് കർണൻ അഭിമന്യുവിൻ്റെ വില്ല് തകർക്കുകയാണ്. കൃതവർമ്മ കുതിരകളെ കൊന്നു. അശ്വത്ഥാമ സാരഥിയെ കൊന്നു. സുമിത്രൻ, അതായത് ദാരുവിൻ്റെ മകനെ കൊല്ലുകയാണ്. എന്നിട്ട് ദ്രോണാചാര്യനും കൃപാചാര്യനും മുന്നിൽ നിന്ന് അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. ദുര്യോധൻ പുറകിൽ നിന്ന് അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു. കുതിരകളെല്ലാം അഴിച്ചു. രഥത്തിൻ്റെ ചക്രം തകർന്നു. ഉടൻ തന്നെ വാളും പിടിച്ചുകൊണ്ട് അഭിമന്യു ചാടി ഇറങ്ങുകയാണ്. അഭിമന്യുവിന് എതിരെ വരുന്ന എല്ലാ അസ്ത്രങ്ങളെയും വാളുകൊണ്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിവേഗത, ഒരു അസ്ത്രത്തിന് പോലും തുളച്ചു കയറാൻ കഴിയുന്നില്ല. ഉടൻ തന്നെ 6 കൗരവ യോദ്ധാക്കൾ അഭിമന്യുവിൻ്റെ അടുത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാളും പരിചയം പിടിച്ചുകൊണ്ട് അഭിമന്യു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം യോദ്ധാക്കളെല്ലാം വളരെ അടുത്തെത്തുന്നു എന്ന് അറിഞ്ഞപ്പം അഭിമന്യു ചാടി സ്വന്തം തപോബലത്താൽ വായുവിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി എന്നുള്ള. സൂര്യൻ്റെ രശ്മിയാൽ അഭിമന്യുവിൻ്റെ ആ കവചം നന്നായി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു പരുന്ത് പറക്കുന്ന പോലെ എല്ലാവർക്കും തോന്നി. പല രീതിയിലുള്ള അടവുകളും കാണിച്ചു. കോരിഷ്ക എന്ന് പറയുന്ന യുദ്ധത്തിൻ്റെ ഒരു അടവ് അവിടെ പ്രയോഗിച്ച് കറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ആർക്കും മനസ്സിലാവുന്നില്ല അഭിമന്യുവിൻ്റെ വാള് എവിടുന്ന് എപ്പോഴാണ് വരുന്നതെന്ന്. എന്നിട്ട് തറയിൽ നിൽക്കുന്ന യോദ്ധാക്കൾക്ക് പേടിയായിരുന്നു, എപ്പോഴാണ് ഓർക്കാപ്പുറത്ത് അഭിമന്യുവിൻ്റെ വാള് കുത്തിക്കയറുന്നതെന്ന് അങ്ങനെ പേടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇത് ദ്രോണാചാര്യ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദ്രോണാചാര്യർ നന്നായി ഉന്നം വെച്ച് അഭിമന്യുവിൻ്റെ വാള് മുറിക്കുകയാണ്. എന്നാലോചിച്ചു. എന്നിട്ട് ഇത് നിങ്ങൾ നന്നായിട്ട് ഓർക്കണം. കാരണം ഇനി മുന്നോട്ട് ദ്രോണാചാര്യരെയും ഓരോ രീതിയിൽ കൊല്ലുമ്പോൾ, കർണനെ കൊല്ലുമ്പോൾ ചിലവർക്ക് സാധാരണ തോന്നും, അയ്യോ ഇങ്ങനെ എന്താ ചെയ്യുന്നത്, അങ്ങനെ എന്താ ചെയ്യുന്നതെന്ന്. അന്നേരം ഇവർ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. അന്നേരം ദ്രോണാചാര്യർ ഒരു അസ്ത്രം എറിഞ്ഞ് അഭിമന്യുവിൻ്റെ വില്ല് പൊട്ടിക്കുകയാണ്. അതേ സമയത്ത് കർണൻ അഭിമന്യുവിൻ്റെ പരിചയം പൊട്ടിക്കുകയാണ് 4 അസ്ത്രങ്ങൾ കൊണ്ട്. ഉടൻ തന്നെ ആയുധമില്ലാതെ അഭിമന്യു ഭൂമിയിൽ വീഴുകയാണ്. ഉടൻ തന്നെ അഭിമന്യു ഒരു ചക്രം എടുത്ത് യുദ്ധം ചെയ്യുകയാണ്. കാരണം ആ ചക്രം എടുക്കാനുള്ള കാരണം അഭിമന്യു ഭഗവാനെ ഓർത്തു എന്നാണ് പറയുന്നത്. അതായത് ഭഗവാൻ ആ രഥത്തിലെ ചക്രം എടുത്ത് ഭീഷ്മർക്കെതിരെ യുദ്ധം ചെയ്തില്ലേ, അന്നേരം അത്രയും വലിയ ഭക്തനാണ് അഭിമന്യു. ഒന്ന് ആലോചിച്ചു. അന്നേരം ഉടനെ ഭഗവാന്റെ ഓർമ്മ വന്നു. അന്നേരം ഭഗവാൻ ചക്രം വെച്ച് യുദ്ധം ഞാനും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ചക്രവും പിടിച്ചുകൊണ്ട് ദ്രോണാചാര്യർക്കെതിരെ ഓടുകയാണുള്ളത്. രക്തത്തിൽ 16 വയസ്സുള്ള ഈ യോദ്ധാവ് കുളിച്ചു നിൽക്കുകയാണ്. അതിവേഗതയിൽ ദ്രോണാചാര്യർക്ക് എതിരെ ചാടി മുന്നോട്ട് വരികയാണ്. രക്തത്തിൽ കുളിച്ച് നല്ല നീളമുള്ള സുന്ദര മുടി കാറ്റത്തിങ്ങനെ പറന്നുകൊണ്ട് അഭിമന്യുവിൻ്റെ സുന്ദരമായിട്ടുള്ള മുഖം ഭൂമിയിൽ ആ യുദ്ധകളത്തിൽ നിന്നുള്ള പൊടിയെല്ലാം പുരണ്ട് കിടക്കുന്നു. പക്ഷെ എന്നിട്ടും ആ കാഴ്ച കാണാൻ അതീവ സുന്ദര കാഴ്ചയായിരുന്നു. അഭിമന്യുവിൻ്റെ ആ വീര്യം, ശൗര്യം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും യോദ്ധാക്കൾ, ഇത് ഞാൻ പറയുമ്പോഴേ എൻ്റെ മേലാകെ കോരിത്തരിക്കുന്നു. ഇത്രയും യോദ്ധാക്കൾ ഭഗവാന്റെ സഹോദരിയായ സുഭദ്ര, ഭഗവാന്റെ സഹോദരി പുത്രനെ ഇത്രയും എല്ലാവരും ചതിവിലൂടെ കൊല്ലാൻ ശ്രമിച്ചിട്ടും ആ അഭിമന്യുവിൻ്റെ മുഖത്ത് ഒരു ഭയം പോലും ഇല്ലായിരുന്നു. അങ്ങനെ ആ ചക്രമായിട്ട് അതിവേഗതയിൽ മുന്നോട്ട് വരികയായിരുന്നു. ആ സമയം കൊണ്ട് ദ്രോണാചാര്യരും കൃപാചാര്യരും ആ ചക്രത്തെ തുണ്ടം തുണ്ടമാക്കുകയാണ് അസ്ത്രങ്ങൾ കൊണ്ട്. ഉടൻ തന്നെ അഭിമന്യു അവിടെ ഇരുന്ന ഒരു ഗദ എടുക്കുകയാണെന്നുള്ളതാണ്.
അവിടെ വീണ് കിടന്ന ഒരു ഗത. എന്നിട്ട് അശ്വത്ഥാമാവിനെതിരെ തിരിയുക എന്നുള്ള. അന്നേരം അശ്വത്ഥാമാവ് പേടിച്ചു പോയി. ആ ഗദയും പിടിച്ചുകൊണ്ട് അശ്വത്ഥാമാവ് അഭിമന്യു ഈ ഗദയും പിടിച്ചുകൊണ്ട് വരുന്നപ്പോൾ സാക്ഷാൽ മഹാദേവൻ എന്താ പറയുന്നത്, പ്രളയ സമയത്ത് ലോകാവസാന സമയത്ത് വരുന്ന പോലെ തോന്നി. അശ്വത്ഥാമ രഥത്തിൽ നിന്നെടുത്ത് ഒറ്റച്ചാട്ടം. അപ്പോഴേക്കും ആ ഗദ വെച്ച അഭിമന്യു ഒറ്റയടി ആ രഥത്തെ, ആ അടിയുടെ ആഘാതം കൊണ്ട് രഥം തുണ്ടോ എന്നുള്ളതാണ്. കുതിരകളും മരിച്ചു, സാരഥിയും മരിച്ചു എന്നുള്ളത്. അത്രയ്ക്ക് ഭയാനകമായിട്ട് ഒരു അടി അടിച്ചു എന്നുള്ളത്. അഭിമന്യുവിൻ്റെ ദേഹത്ത് എല്ലാ അസ്ത്രങ്ങളെ തുളച്ചു ഇരിക്കുക എന്നുള്ള. അഭിമന്യു എന്നിട്ടും ഗദ പിടിച്ച് ചുറ്റി ഇങ്ങനെ കറങ്ങി കണ്ടുവരിക്കുന്നു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, നിമിഷങ്ങൾക്കകം, വെറും കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ശകുനിയുടെ സഹോദരനായ കലികേയനെ കൊന്നു. കലികേയനോടൊപ്പം ഉണ്ടായിരുന്ന 80 യോദ്ധാക്കളെ കൊന്നു. അതിനുശേഷം 10 തേരാളികളെ കൊന്നു, 12 ആനകളെ കൊന്നു, 50 കേകയ യോദ്ധാക്കളെ കൊന്നു. ഇതെല്ലാം കണ്ടിട്ട് ദുശാസൻ്റെ മകൻ ദുർജയൻ രഥത്തിൽ അഭിമന്യുവിനെതിരെ ചാടി വരികയാണ്. ഉടൻ തന്നെ അഭിമന്യു കയ്യിലിരിക്കുന്ന ഗദ വെച്ചിട്ട് ആ രഥത്തെ തകർക്കുകയാണെന്നുള്ളത്. ആ ദുർജയൻ്റെ 4 കുതിരകളും, അതായത് ആ മുകളിൽ നിന്ന് ആ കുതിരയുടെ തലയ്ക്കൊക്കെ ഒറ്റയടി ആ കുതിരകൾ മണ്ണിൻ്റെ അടിയിലേക്ക് പോയെന്നുള്ളതാണ്. 4 കുതിരകളും. എന്തൊരു അടിയായിരിക്കും അത്! ആ കുതിരകളെ കാണാനില്ല, മണ്ണിൻ്റെ അടിയിൽ പുതഞ്ഞു പോയെന്നുള്ളതാണ്. വീര അഭിമന്യുക്ക് ജയ. അത് ഇത്രയും നേരം യുദ്ധം ചെയ്തിട്ടാണ് ഒറ്റയ്ക്ക്, ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ടാണ് ഈ പവർ. അന്നേരം ആ 4 കുതിരകളെ അടിച്ചമർത്തി എന്നുള്ള, പുതഞ്ഞു പോയി എന്നുള്ള മണ്ണിൻ്റെ അടിയിൽ. എന്നിട്ട് ഇത് ദുർജയൻ ഉടനെ ചാടി രഥത്തിൽ നിന്ന് പുറത്ത് ഇറങ്ങി ഗദയും പിടിച്ചുകൊണ്ട് അഭിമന്യുവിനെ വെല്ലുവിളിച്ചു. അഭിമന്യു ദുർജയനെതിരെ ചാടി വരിക. അങ്ങനെ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അതിഭീകരമായിട്ട് ഗദായുദ്ധം നടക്കുകയാണ്. ആ ഗദകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുടെ ശബ്ദം എല്ലാ ദിശകളിലും വ്യാപിച്ചു എന്നുള്ള. അങ്ങനെ കറങ്ങി 2 പേരും 2 പേരുടെ തലയ്ക്കും അടിച്ചു എന്നുള്ള. അങ്ങനെ 2 പേരും ബോധം കെട്ട് വീഴുകയാണ്. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദുർജയൻ എഴുന്നേറ്റു, ഗദയെടുത്ത് പൊക്കി. പക്ഷെ പാവം അഭിമന്യു എത്രയോ മണിക്കൂറോളം ഒരു സഹായമില്ലാതെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തുകൊണ്ട് പാവം നന്നായി തളർന്നിരുന്നു. എങ്ങനെയൊക്കെയോ, എന്നിട്ടും പാവം, ഹരേ കൃഷ്ണ, എനിക്ക് സങ്കടം തോന്നുന്നു, എങ്ങനെയൊക്കെയോ പിടിച്ചെഴുന്നേക്കാൻ തുടങ്ങുമായിരുന്നു. ആ സമയത്ത് ദുർജയൻ അഭിമന്യുവിൻ്റെ തലയ്ക്ക് ഒരു അടി അടിക്കുകയാണ്. ആ അടിയോടുകൂടി അഭിമന്യു മരിച്ചു വീഴുകയാണ്. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കെ അഭിമന്യു ഭൂമിയിലേക്ക് വീഴുകയാണ്. ഇത് കണ്ടിട്ട് ദ്രോണാചാര്യർ അഭിമന്യുവിൻ്റെ അടുത്ത് വന്ന് വീഴുകയാണ്. ദ്രോണാചാര്യക്ക് നോക്കിയപ്പോൾ ഒരു വേടൻ ചതിവിലൂടെ ഒരു ആനയെ എങ്ങനെ വീഴ്ത്തിയോ അതേപോലെയായിരുന്നു. ആയിരക്കണക്കിന് യോദ്ധാക്കൾ ഈ വീര യോദ്ധാവിനെ കാണാനായിട്ട് ഒരു നോക്ക് കാണും. കാരണം നേരത്തെ അഭിമന്യുവിനെ നോക്കാൻ പോലും പറ്റത്തില്ല, ഇപ്പം മരിച്ചല്ലോ, ഇനിയിപ്പം ഭയമില്ലല്ലോ. ആ വീരനായകനെ കാണാൻ വേണ്ടി അവരെ എങ്ങനെയാണ് അവനെ ഒന്ന് നമുക്ക് നോക്കണമല്ലോ, അവൻ്റെ മുഖം എങ്ങനെയാണ്, അവൻ്റെ ശരീരം എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി എല്ലാവരും മരിച്ചതിന് ശേഷം കൗരവ യോദ്ധാക്കൾ എല്ലാവരും ഒത്തുകൂടി നിൽക്കുകയാണ്. എത്രയോ ദിവസങ്ങളായിട്ട് കാട്ടുതീ എല്ലാം കാടിനെ ചുട്ട് കരിച്ചുകൊണ്ടിരുന്നതിന് ശേഷം ആ മഴ പെയ്ത് ആ കാട്ടുതീ അണഞ്ഞ പോലെ ഒരു അവസ്ഥയിലായിരുന്നു കൗരവർ. പക്ഷേ മരിച്ചു വീണിട്ടും ആ അഭിമന്യുവിൻ്റെ മുഖം വളരെ ശാന്തവും അതീവ സുന്ദരനായിട്ടും കാണപ്പെടുകയായിരുന്നു. രക്തത്തിൽ കുളിച്ച് നിൽക്കുകയാണ്. പക്ഷെ എന്നിട്ടും ആ മുഖത്ത് ഐശ്വര്യം, ആ കണ്ണിൻ്റെ ആ ചുമന്ന് കിടക്കുന്ന ആ കണ്ണ് ആകാശത്തോട്ട് നോക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും അപ്പോഴും ചില യോദ്ധാക്കൾക്ക് ഭയമുണ്ടാവും, ഇനിയിപ്പം ചാടി എഴുന്നേക്കുമോ. പക്ഷെ അവർക്ക് മൂക്കിൻ്റെ അടുത്തൊക്കെ വന്ന് ശ്വാസം ഉണ്ടോ എന്നൊക്കെ നോക്കി ശ്വാസം നിലച്ചു എന്നറിഞ്ഞപ്പം കൗരവരെല്ലാവരും തുള്ളിച്ചാടാൻ തുടങ്ങി.
അന്നേരം സമാധാനം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് എല്ലാവരും നൃത്തം ചെയ്തോട്ടെ. ഹരേ കൃഷ്ണ. കൗരവ സൈന്യത്തിൽ എല്ലാവരും അവിടെ നൃത്തം ചെയ്യുന്നില്ല. അവരെല്ലാവരും അന്യോന്യം കെട്ടിപ്പിടിച്ചു, എന്നിട്ട് ഉറക്കെ അട്ടഹസിച്ച് ചിരിച്ചു. ഹരേ കൃഷ്ണ. അതേ സമയത്ത് ഋഷിമാരും സിദ്ധന്മാരും എല്ലാവരും ആ വീരയോദ്ധാവിനെ, വീരകുമാരനെ, രാജകുമാരനെ ഭൂമിയിൽ വീണ് കിടക്കുന്നതായിട്ട് കാണുകയാണ്. അവരെല്ലാവരും കരഞ്ഞു. ആകാശത്തിരുന്ന സിദ്ധന്മാരും ദേവന്മാരും ഉൾപ്പെടെ അവർ പറയുമായിരുന്നു, 6 മഹാരഥികൾ ചേർന്ന് ഒരു യോദ്ധാവിനെ കൊന്നിരിക്കുന്നു. ഇത് വളരെ അധർമ്മമായിരുന്നു. അതേ സമയത്ത് അഭിമന്യുവിന് ചുറ്റും വൻ നാശനഷ്ടങ്ങൾ കാണുകയാണ് കൗരവർ. അഭിമന്യു മരിച്ചാൽ എന്താ, ഒറ്റയ്ക്ക് നല്ല കട്ടയ്ക്ക് ഇത്രയും യുദ്ധം ചെയ്ത വേറൊരു യോദ്ധാവില്ല. അസംഖ്യം യോദ്ധാക്കളുടെ തലകളും കൈകളും അസംഖ്യം മൃഗങ്ങളും അവിടെ കുന്നുകൂടി കിടക്കുന്നു. രഥങ്ങൾ, ആയുധങ്ങൾ, കവചങ്ങൾ, ആഭരണങ്ങൾ. ആർക്കും, കൗരവപക്ഷത്ത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത വിധം, അതായത് അവർക്ക് പോകണമെങ്കിൽ ഈ ശവങ്ങളെ ചവിട്ടി ചവിട്ടി പോകണം. ഈ കുതിരകളുടെ അവശിഷ്ടങ്ങൾ, കൈയും കാലുകളെയൊക്കെ ചവിട്ടി, അതൊരു വലിയൊരു കുന്ന് കയറി പോകുന്ന അവസ്ഥയിലായിരുന്നു. നടുക്ക് അഭിമന്യു കിടപ്പുകൊണ്ട്, പക്ഷെ ചുറ്റും അപ്പോഴാണ് കൗരവൻ നോക്കി, ഇതെന്തുകൂടെ. അവരുടെ ശ്രദ്ധ മുഴുവൻ അഭിമന്യുവിനെ വീഴ്ത്താൻ വേണ്ടിയായിരുന്നു. പക്ഷേ അഭിമന്യു വീണ് കിടന്നപ്പോൾ ചുറ്റും നോക്കുമ്പോൾ ഒരു കുന്ന്, ശവങ്ങളുടെ ഒരു കുന്ന്, ആഭരണങ്ങളുടെ ഒരു കുന്ന്, ആയുധങ്ങളുടെ ഒരു കുന്ന്. ഈ കുന്ന് മറികടന്നിട്ട് വേണം അവർക്ക് പോകാൻ. അന്നേരം ആ യുദ്ധക്കളത്തിലെ ഒരു വളരെ ഭീകരമായിട്ടുള്ളൊരു, ഇത് കാണുന്നവർക്ക് തന്നെ ഭയം തോന്നും. അത്രയ്ക്ക് ഭയാനകമായിട്ടുള്ള നാശനഷ്ടങ്ങളായിരുന്നു. അഭിമന്യു, അർജുനപുത്രൻ, ഭഗവാന്റെ മരുമകൻ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ അത്രയ്ക്ക് പവർഫുള്ളായിരുന്നു. അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാറായിരുന്നു. കൗരവപക്ഷത്തുള്ള എല്ലാവരും സന്തോഷത്തോടുകൂടി അവരുടെ ശിബിരത്തിലേക്ക് പോവുകയാണ്. അഭിമന്യു ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് യുദ്ധകളത്തിൽ കിടക്കുകയാണ്. കൗരവരുടെ സന്തോഷപ്രകടനം എല്ലാം കേട്ടപ്പോൾ യുധിഷ്ഠിരന് മനസ്സിലായി എന്ത് സംഭവിച്ചു. ജയദ്രഥൻ വന്ന് തടഞ്ഞപ്പോഴേ യുധിഷ്ഠിരൻ്റെ ഉള്ളിൽ ഭയം ജനിച്ചിരുന്നു. ആ ഭയമെല്ലാം സത്യമായെന്ന് യുധിഷ്ഠിരൻ മനസ്സിലായി. യുധിഷ്ഠിരൻ പാവം വല്ലാതെ തകർന്നുപോയി. യുധിഷ്ഠിരൻ അർജുനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അർജുൻ ഇപ്പോഴും സംശപ്തകന്മാരുമായിട്ട് യുദ്ധം ചെയ്യാണ്. അർജുൻ ഇപ്പം തിരിച്ചെത്തും. അർജുനോട് ഞാൻ എന്ത് പറയും? എൻ്റെ സ്വന്തം കൊച്ചുമകനെ നിങ്ങൾ എല്ലാവരും കൂടി ചക്രവ്യൂഹത്തിൽ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചോ എന്ന് അർജുൻ ചോദിക്കുമ്പോൾ ഞാൻ ആ അച്ഛനോട് എന്താ പറയുക? യുധിഷ്ഠിരൻ ചിന്തിക്കുകയാണ്. അതോർത്ത് യുധിഷ്ഠിരൻ വിറയ്ക്കുകയാണ്. യുധിഷ്ഠിരൻ ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനാണ് ആ പയ്യനെ പറഞ്ഞയച്ചത്? ഞാൻ ബന്ദിയാകും എന്ന ഭയത്താലല്ലേ ഞാനത് പറഞ്ഞയച്ചത്? ഞാനല്ലേ ഈ മരണത്തിന് കാരണം? എന്നിട്ട് യുധിഷ്ഠിരൻ വളരെ പാവമാണ്. ഒരിക്കലും സ്വാർത്ഥനല്ല യുധിഷ്ഠിരൻ. എപ്പോഴും ഭഗവാന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ചിന്തിക്കുന്ന ആളാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, സുഭദ്രയുടെ ആ വീരമകൻ, യുദ്ധത്തിൽ നിന്ന് ഒരിക്കലും പിരിഞ്ഞു പോകാത്ത ആ വീരയോദ്ധാവ് ഈ ലോകം ഉപേക്ഷിച്ചിരിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് എത്തിയിരിക്കുന്നു. അസംഖ്യം യോദ്ധാക്കളെ അവൻ കൊന്നിരിക്കുന്നു. അവൻ തീർച്ചയായിട്ടും യുദ്ധത്തിൽ ഭഗവാൻ കൃഷ്ണനെയും അർജുനെ പോലെ തന്നെയാണ്. അവന് വലിയൊരു സ്വീകരണമായിരിക്കും ദേവലോകത്തിൽ ലഭിക്കുന്നത്. യുധിഷ്ഠിരൻ ഒരുപാട് ദുഃഖത്തിലായിരുന്നു. സഹിക്കാൻ പറ്റാത്ത ദുഃഖമായിരുന്നു. പക്ഷെ എന്നാലും കേൾക്കുന്ന നമുക്കേ ഇത്തരം ദുഃഖമായിരുന്നെങ്കിൽ യുധിഷ്ഠിരനും പാണ്ഡവർക്ക് എത്രമാത്രം ദുഃഖമായിരിക്കും. എന്നിട്ടും യുധിഷ്ഠിരൻ സഹോദരങ്ങളെ എല്ലാം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഒരിക്കലും അഭിമന്യുവിന് വേണ്ടി കരയരുത്. ഏറ്റവും വലിയ പുണ്യാത്മാവാണ് അവൻ. തീർച്ചയായിട്ടും ധർമ്മിഷ്ഠരായ ആൾക്കാർ, പുണ്യാത്മാക്കൾ പോകുന്ന ആ ലോകങ്ങളിലേക്ക് അവൻ എത്തി. അങ്ങനെ നിശബ്ദരായിട്ട് തന്നെ കരഞ്ഞുകൊണ്ട് പാണ്ഡവർ അവിടുന്ന് പോവുകയാണ്. അവരെല്ലാം കണ്ടപ്പോൾ ജീവനില്ലാത്ത പാവകളെ പോലെ കാണപ്പെട്ടു. അവരെല്ലാവരും അവരുടെ ശിബിരത്തിൽ
തല കുനിച്ച് താഴോട്ട് നോക്കിയിരിക്കുകയായിരുന്നു. യുധിഷ്ഠിരൻ കരഞ്ഞു. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആ കുമാരൻ ദ്രോണാചാര്യയുടെ ആ വ്യൂഹത്തെ ഒരു സിംഹം എങ്ങനെയാണോ ആനക്കൂട്ടങ്ങളുടെ ഇടയിൽ ചാടി വീഴുന്ന അതേപോലെ പോയി. അവൻ നിർബന്ധിപ്പിച്ചു എല്ലാ യോദ്ധാക്കളെയും യുദ്ധം ചെയ്യാനായിട്ട്. കൗരവ സമുദ്രത്തെ മറികടന്ന് എത്രയോ യോദ്ധാക്കളെ കൊന്നുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെ മരുമകൻ ഉയർന്ന ലോകങ്ങളിലേക്ക് പോയി. പക്ഷെ എന്നാലും ഞാൻ അർജുനെ എങ്ങനെ നോക്കും? സുഭദ്രയുടെ അടുത്ത് ഞാൻ എന്ത് പറയും? ഞാൻ കൃഷ്ണനോടും അർജുനോടും എന്ത് പറയും? ഇങ്ങനെ കൈകൊണ്ട് മുഖം മറച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു പാവം യുധിഷ്ഠിരൻ. ഞാൻ എത്ര സ്വാർത്ഥനാണ്. യുധിഷ്ഠിരൻ ഇങ്ങനെയൊക്കെ പറയുന്നു, പക്ഷേ നമുക്കറിയാം പാവം ഒരിക്കലും സ്വാർത്ഥതയല്ല. യുധിഷ്ഠിരൻ എന്നിട്ടും പറയുകയാണേ, ഞാൻ എൻ്റെ സുരക്ഷിതം മാത്രം ഞാൻ ചിന്തിച്ചു, എന്നിട്ട് ഒരു പാവം ഒരു കുഞ്ഞിനെ ഞാൻ യുദ്ധത്തിൽ പറഞ്ഞയച്ചു. ഇതിലൂടെ ഞാൻ സുഭദ്രയും കൊന്നു, അർജുനെയും കൊന്നു, കേശവനെയും കൊന്നു. മൂഢരായിട്ടുള്ള വ്യക്തികൾ അവരുടെ ലാഭം മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഒരിക്കലും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിച്ചില്ല. അവൻ കൊച്ചു കുഞ്ഞായിരുന്നു. അവൻ ഈ ലോകത്തിലെ സുഖഭോഗങ്ങൾ പോലും കണ്ടിട്ടില്ല. അവനെ ഞാൻ ഈ യുദ്ധത്തിൻ്റെ നടുവിൽ പറഞ്ഞയച്ചു. ഇപ്പോൾ വെറും തറയിൽ അവൻ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി അർജുനെ നമ്മൾ എങ്ങനെ നേരിടും? നമ്മൾ അർജുൻ്റെ കൈ കൊണ്ട് മരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ യുധിഷ്ഠിരൻ്റെ ആ കരച്ചിൽ ആ ശിബിരം മൊത്തം വ്യാപിച്ചു. എല്ലാ യോദ്ധാക്കളും കരഞ്ഞു. കാരണം അഭിമന്യു അവരുടെ എല്ലാം പ്രിയപ്പെട്ട ആളായിരുന്നു. 16 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നിട്ടും യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒരു മടിയും കാണിച്ചില്ല. അഭിമന്യുവിൻ്റെ ഉത്സാഹം, ചുറുചുറുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. സാക്ഷാൽ ഭഗവാന്റെ മരുമകൻ ഇപ്പം മരിച്ചു വീണിരിക്കുന്നു. ഇത് അവിശ്വസനീയമാണ്. അപ്പോൾ യുധിഷ്ഠിരൻ ചിന്തിക്കാം, പക്ഷേ ഇനിയാണ് കൗരവർ ഭയപ്പെടേണ്ടത്. കാരണം സ്വന്തം മകൻ്റെ മരണം കേട്ടിട്ട് അർജുൻ മിണ്ടാതിരിക്കത്തില്ല. ദുര്യോധൻ ഇതിനെല്ലാം അനുഭവിക്കും. അവർ ചെയ്തത് വലിയൊരു തെറ്റാണ്. അർജുൻ്റെ ആ യുദ്ധം കണ്ടിട്ട് ഇവരെല്ലാവരും സ്വയം പേടിച്ച് ആത്മഹത്യ ചെയ്യും. ആ രീതിയിലുള്ള യുദ്ധം ഇനി അർജുൻ്റെ കാണാൻ പോകുന്നേ ഉള്ളെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഇനി ജയിച്ചാൽ എന്ത്, രാജ്യം ലഭിച്ചാൽ എന്ത്, എൻ്റെ പ്രിയപ്പെട്ട അഭിമന്യു ഇല്ലെങ്കിൽ പിന്നെ ഇതിനൊക്കെ എന്തിനാണ് എന്നൊക്കെ ഓർത്ത് യുധിഷ്ഠിരൻ കരയാണ്. അപ്പോഴത്തേക്ക് വ്യാസമഹർഷി അവിടെ എത്തുകയാണ്. യുധിഷ്ഠിരൻ എങ്ങനെയൊക്കെയോ സ്വയം നിയന്ത്രിച്ച് വ്യാസമഹർഷിയെ സ്വീകരിച്ചു. എല്ലാ സഹോദരങ്ങളും എല്ലാ അർഘ്യപാദ്യങ്ങളൊക്കെ കൊടുത്തു. ഇരിക്കാൻ ആസനം കൊടുത്തിട്ട് വ്യാസമഹർഷി പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, ഋഷേ, സുഭദ്രാപുത്രൻ മരിച്ചിരിക്കുകയാണ്, അങ്ങേക്കെല്ലാം അറിയാം. ഒരു കൂട്ടം യോദ്ധാക്കൾ ചതിവിലൂടെ അവനെ കൊന്നു. കൊച്ചു കുട്ടിയായിരുന്നു അവൻ. ഇത്രയും പേര് ഒത്തൊരുമിച്ച് ചതിവിലൂടെ കൊന്നില്ലേ? നമ്മുടെ നന്മയ്ക്കായിട്ട് അവൻ വ്യൂഹത്തിലേക്ക് പ്രവേശിച്ചതാണ്. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ വിഷമം ആ സിന്ധു രാജ്യത്തിലെ രാജാവായി ജയദ്രഥന് എങ്ങനെ നമ്മളെ തടയാൻ കഴിഞ്ഞു? അപ്പോൾ വ്യാസമഹർഷി പറഞ്ഞു, അങ്ങ് ദുഃഖിക്കരുത്, അങ്ങേക്ക് നല്ല അറിവുള്ള വ്യക്തിയല്ലേ. അങ്ങേപ്പോലെ കഴിവുള്ള വ്യക്തി ഒരിക്കലും ഇങ്ങനെ ദുഃഖത്തിലാണ്ട് പോരുത്. അഭിമന്യു ഇതിനകം ഉപരിലോകങ്ങളിലേക്ക് എത്തി. ഇത്രയും യോദ്ധാക്കളെയും കൊന്ന് ഇത്ര വീരയുദ്ധം നടത്തിയ അഭിമന്യു ഉപരിലോകങ്ങളിലേക്ക് എത്തി. ഈ ഒരു ചെറുപ്രായത്തിനുള്ളിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അഭിമന്യു ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വിഷമിക്കുന്ന എന്തിനാണ്? പിന്നെ മരണത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ യുധിഷ്ഠിര. എല്ലാവർക്കും മരിച്ചേ പറ്റൂ. എന്നിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, എത്രയോ യോദ്ധാക്കൾ ഭൂമിയിൽ വീണിരിക്കുകയാണ്. അവരെല്ലാം ജയത്തിന് വേണ്ടിയും അവരുടെ ശത്രുക്കൾക്കെതിരെ ക്രോധത്താലും അവരെല്ലാം ഭൂമിയിൽ വീണ് കിടക്കുകയാണ് മരിച്ചുകൊണ്ട്. ഈ മരണം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് വ്യാസമഹർഷി ചോദിക്കുകയാണ്.
യുധിഷ്ഠിരനല്ല അറിയാം, പക്ഷേ എന്നാലും വ്യാസമഹർഷി കുറച്ചു നേരം ധ്യാനിച്ചിട്ട് വളരെ വിശദമായിട്ട് മരണത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് വ്യാസമഹർഷി പറഞ്ഞു, എത്രയോ വലിയ വലിയ തപസ്വികൾ പോലും മരിക്കുന്നു, അന്നേരം അഭിമന്യു മരിച്ചത് നിങ്ങൾ അത്ഭുതപ്പെടരുത്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. ഇനി എന്തായാലും അവന് ഉപരിലോകങ്ങളിലേക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള പദവിയാണ് ലഭിച്ചിരിക്കുന്നത്. അവൻ വലിയൊരു ചക്രവർത്തിയായിട്ടാണ് അവിടെ നിൽക്കുന്നത് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കാതെ നിങ്ങളുടെ ദുഃഖമൊക്കെ അകറ്റി നിങ്ങൾ സന്തോഷിക്കൂ അഭിമന്യുവിൻ്റെ മരണത്തെക്കുറിച്ച്. എന്നിട്ട് യുധിഷ്ഠിരൻ വീണ്ടും ചോദിച്ചു, എങ്ങനെയാണ് ജയദ്രഥന് നമ്മളെ തടുത്തു നിർത്താൻ പറ്റിയത്? അന്നേരം യുധിഷ്ഠിരൻ ഉടനെ വ്യാസമഹർഷി പറഞ്ഞു കൊടുത്തു, മഹാദേവൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം അവന് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് യുധിഷ്ഠിരന് ജയദ്രഥന് നിങ്ങളെ തടുത്ത് നിർത്താൻ പറ്റിയത്. അതില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉള്ളിൽ പ്രവേശിച്ച് അഭിമന്യുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇതെല്ലാം വിധിയാണെന്ന് കൂടെ മനസ്സിലാക്കുക. ആർക്കും ആരുടെ വിധിയും മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ഭഗവാന്റെ നിർദ്ദേശം, സാക്ഷാൽ ഭഗവാനാണ് നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നത്. അദ്ദേഹം ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന്. അങ്ങനെ വ്യാസദേവൻ എഴുന്നേറ്റു. എന്നിട്ട് അവിടുന്ന് പ്രത്യക്ഷനായി. യുധിഷ്ഠിരൻ ഇപ്പോൾ ഒരു സമാധാനം കിട്ടി. പക്ഷേ ഇപ്പോഴും അർജുനെ എങ്ങനെ നേരിടണമെന്നുള്ള വലിയൊരു ആശങ്കയിലാണ് പാവം യുധിഷ്ഠിരൻ. ഇനി ഏത് നിമിഷവും അർജുൻ ഇവിടെ എത്തും. ആർക്കും ഒരു ധൈര്യമില്ല. അഭിമന്യുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്ത അർജുന് പറഞ്ഞു കൊടുക്കാനുള്ള ധൈര്യം ഇല്ല. അത് യുധിഷ്ഠിരൻ തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ എന്ന് എല്ലാവരും തീരുമാനിച്ചു. അപ്പോഴും യുധിഷ്ഠിരൻ അഭിമന്യു ഇരിക്കുന്ന ആസനത്തെ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ അഭിമന്യു ഇല്ല. അഭിമന്യുവിൻ്റെ ആ കൊടിയടയാളം മാത്രം വെച്ചിരിക്കുകയാണ്. വളരെയധികം വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് യുധിഷ്ഠിരൻ ആ ശിബിരത്തിൻ്റെ വാതിൽക്കൽ നോക്കി നിൽക്കുകയാണ്. എപ്പോഴാണ് അർജുൻ വരുന്നതെന്ന് ഓർത്തു. ഹരേ കൃഷ്ണ. അങ്ങനെ മഹാഭാരതത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗങ്ങളിലൊരു രംഗമായ അഭിമന്യുവിൻ്റെ ആ സാഹസികത, പരാക്രമം നമ്മൾ കണ്ടു. എല്ലാവരും ഈ ഒരു എപ്പിസോഡ്, ഈ ഒരു വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കമൻസിലിടണം. വാട്സപ്പിലിടുക, യൂട്യൂബിലിടുക, ഫേസ്ബുക്കിലിടുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അർജുൻ എന്താണ് തീരുമാനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം, അല്ലേ? ഇനിയാണ് അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ്. ജയദ്രഥൻ്റെ അഭിമന്യുവിൻ്റെ മരണത്തിന് പ്രതികാരം അർജുൻ എങ്ങനെ ചോദിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ.